അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ യു എന്നിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതർ യു എൻ ഓർഗൻസ് അല്ലെങ്കിൽ അതർ യു എൻ ഏജൻസീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പ്രിൻസിപ്പൽ ഓർഗൻസ് 6 ഉണ്ടായിരുന്നു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തു. ഇനി നമുക്ക് അതർ ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻസ് അണ്ടർ ദ യു എൻ, ഓക്കെ, ദാറ്റ് വി വിൽ സ്റ്റഡി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനും നമ്മൾ കവർ ചെയ്യും, പക്ഷേ ചില ഓർഗനൈസേഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരെണ്ണമാണ് യുണൈറ്റഡ് നേഷൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, കുറച്ച് കാലം മുമ്പ് വരെ ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പഠിപ്പിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൽ. പക്ഷേ ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത് എന്താ? യുണൈറ്റഡ് നേഷൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. 2024 ഇത് ചേഞ്ച് ആയത്. ഇത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് 60ാമത്തെ വാർഷികമാണ്. അപ്പോൾ ഒറിജിനൽ പേരെന്താണ്? അൺടാഡ് എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിന് അൺടാഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിതിനെ അൺടാഡ് എന്നാക്കി. ഓക്കെ, ജസ്റ്റ് മൈനർ ചേഞ്ച്. പക്ഷേ നെയിം ചേഞ്ച് കാരണം ഇത് ന്യൂസിൽ വന്നു, സോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അൺടാഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡി. അപ്പോൾ അത് ആദ്യം ഓർത്തിരിക്കുക, ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ്. ബൈ ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഇൻ 1964. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യു എൻ സെക്രട്ടേറിയറ്റ് ആൻഡ് ഇറ്റ് റിപ്പോർട്ട്സ് ടു യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആൻഡ് എക്കോസോക്ക്. എക്കോസോക്കിൻ്റെ റോൾ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെമ്പർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ്, ഓൾസോ ഡിഫറെൻറ്റ് ബഡ്ജറ്റ്. ഇപ്പോൾ യു എന്നിൻ്റെ മെമ്പർഷിപ്പ് എന്നല്ലാതെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട്, അതിൻ്റേതായ നേതൃത്വമുണ്ട്, അതുപോലെ സെപ്പറേറ്റ് ബഡ്ജറ്റും ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ്. ഈ ഇമ്പോർട്ടൻ്റ് ആയത് ഞാനിങ്ങനെ സ്റ്റാർ മാർക്ക് ചെയ്യും. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ജനീവ, മെമ്പർഷിപ്പ് 195 പേര്, ഇന്ത്യ മെമ്പറാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റാർ ഇടുന്നത്, 3 സ്റ്റാർ ഒക്കെ ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഫങ്ഷൻസ് എന്താ? ഇറ്റ് സപ്പോർട്ട്സ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു ആക്സസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബൽ എക്കണോമി. ഇപ്പോൾ ഗ്ലോബൽ എക്കണോമി വളരുമ്പോൾ എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് വേണ്ടേ? ഡെവലപ്ഡ് രാജ്യങ്ങൾ മാത്രം വീണ്ടും ഡെവലപ്പ് ആയാൽ പോരാ, ഡെവലപ്പിംഗ് എക്കണോമിയിലേക്ക് ആ ബെനിഫിറ്റ്സിൻ്റെ ഷെയർ എത്തണം. ഓക്കെ, സോ മേജർ ഫംഗ്ഷൻ ഓർത്തിരിക്കുക, സപ്പോർട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ടു ആക്സസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസ്ഡ് എക്കണോമി മോർ ഫെയർലി ആൻഡ് എഫക്റ്റീവ്ലി. ആ ഫംഗ്ഷൻ ഞാൻ മാർക്ക് ചെയ്തതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഓൾസോ എക്വിപ്സ് ദംസ് ടു ഡീൽ വിത്ത് പൊട്ടൻഷ്യൽ ഡ്രോബാക്സ് ഓഫ് ഗ്രേറ്റർ എക്കണോമിക് ഇൻ്റഗ്രേഷൻ. ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ചിലർക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ലോക്കലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്, അവർ പഴയ മെത്തേഡിലെ പ്രൊഡക്ഷനാണ്. അവിടേക്ക് ഫോറിൻ ഗുഡ്സ് വരുമ്പോൾ ലോക്കൽ എക്കണോമിയിലെ പ്രൊഡക്ഷന് പ്രശ്നം പറ്റും, ഡൊമസ്റ്റിക് മാനുഫാക്ചറിന് പ്രശ്നം പറ്റും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും അൺടാഡ് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അൺടാഡ് ശ്രമിക്കുന്നുണ്ട്. ഇത് കുറേ റിപ്പോർട്ട്സ് ഇറക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ 2 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 റിപ്പോർട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അൺടാഡിൻ്റെ. ഒന്ന് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അൺടാഡ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നിങ്ങൾ റിപ്പോർട്ട് പഠിച്ചെടുത്തോളൂ. ഓക്കെ, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് എവരി ഇയർ സിൻസ് 1981. ഇറ്റ് അനലൈസസ് ദ കറണ്ട് എക്കണോമിക് ട്രെൻഡ്സ്. ഇപ്പോഴത്തെ എക്കണോമിക് ട്രെൻഡ് എന്താണ്? ഓക്കെ, മേജർ പോളിസി ഇഷ്യൂസ്. പല രാജ്യങ്ങളും പല ഏജൻസികളും പോളിസീസ് എടുക്കും. ആ പോളിസീസിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യും. മേക്ക് സജഷൻസ് ഫോർ അഡ്രസ്സിങ് ദ ഇഷ്യൂ അറ്റ് വേരിയസ് ലെവൽ. അതിൻ്റെ സജഷൻസ്, സംഭവങ്ങൾ ബെറ്റർ ആക്കാനുള്ള സജഷൻസും കൊടുക്കും. ഇതാണ് ഈ ട്രേഡ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകത. ഇനി 24ൻ്റെ ഹൈലൈറ്റ് നമ്മൾ നോക്കിയാൽ ദേ എക്സ്പെക്ട് ഇന്ത്യ ടു ഗ്രോ അറ്റ് 6.5% ഇൻ 2024 ഫ്രം 6.7% ഇൻ 2023. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്, കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിനാൻസിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ ട്രേഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും ഫിനാൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും ഇത് രണ്ടും നമ്മുടെ അൺടാഡ് ആണ് ഇറക്കുന്നത്. ദ റിപ്പോർട്ട് ഹൈലൈറ്റഡ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സൗത്ത് ഏഷ്യ, പർട്ടിക്കുലർലി ഇന്ത്യ, റിമൈൻ സ്ട്രോങ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 2 റിപ്പോർട്ട് ഓർത്തിരിക്കുക. പിന്നെ വേറെയും കുറേ റിപ്പോർട്ടുകൾ അൺടാഡ് ഇറക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ് മോണിറ്റർ, വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്, കമോഡിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് റിപ്പോർട്ട്, ഇ കൊമേഴ്സ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, റിവ്യൂ മാരിടൈം ട്രാൻസ്പോർട്ട്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്. ഇതെല്ലാം അൺടാഡ് ഇറക്കുന്നത്. പക്ഷേ ഈ 2 എണ്ണം നിങ്ങൾ ഒന്ന് നോക്കണം, വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടും ലീസ്റ്റ് ഡെവലപ്മെൻറ്റ് കൺട്രീസ് റിപ്പോർട്ട്. അപ്പോൾ ടോട്ടൽ 4 റിപ്പോർട്ടുകളാണ് ഞാൻ പറഞ്ഞത്. ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഫിനാൻസിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടും ലീസ്റ്റ് ഡെവലപ്മെൻറ്റ് കൺട്രീസ് റിപ്പോർട്ടും. ഇപ്പോൾ ഈ 4 റിപ്പോർട്ടെങ്കിലും നിങ്ങൾ പഠിച്ചേക്കുക. ബാക്കി കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി വരുവാണെങ്കിൽ ചിലപ്പോൾ എക്സാമിന് യൂസ്ഫുൾ ആയേക്കാം. ഇല്ലെങ്കിലും ഈ 4 റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇതിന് അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ implementation of financing for development as mandated by global community in Addis Ababa
അജണ്ട. അഡിസ് അബാബ അജണ്ട പറയുന്നത് ഫിനാൻസിങ് ഇൻ എ സസ്റ്റൈനബിൾ വേ. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫിനാൻസൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. പിന്നെ ഡെറ്റ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ അനലിസിസ് സിസ്റ്റം പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും ഈ അൺടാഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അൺടാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എല്ലാ ആസ്പെക്റ്റും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫെയർസ്, യുണ്ടേസ, ഇതിൻ്റെ കുറേ കാര്യങ്ങളും ന്യൂസിലുണ്ട്. ഇത് UN സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. 48 ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. സ്റ്റാർ 3 വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് UNDGയുടെ പാർട്ടാണ്. UNDG ഇന്ന് ഞാൻ പഠിപ്പിക്കും. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? യുണ്ടേസയുടെ അല്ലെങ്കിൽ UNDESയുടെ ഫംഗ്ഷൻ എന്താ? യുണൈറ്റഡ് നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫെയർസിൻ്റെ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോളോ അപ്പ് ടു മേജർ UN സമ്മിറ്റ്സ് ആൻഡ് സർവീസസ് ടു UN എക്കോസോക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു, അൺടോഡിനകത്ത് നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് സർവീസസ് ടു സെക്കൻഡ് ആൻഡ് തേർഡ് കമ്മിറ്റി. എല്ലാ കമ്മിറ്റികളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കമ്മിറ്റി എന്താണ്, തേർഡ് കമ്മിറ്റി എന്താണെന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 6th കമ്മിറ്റി പറഞ്ഞു. 6th കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇവരുടെ ചില റിപ്പോർട്ടുകൾ നമ്മൾ UNDESയുടെ റിപ്പോർട്ടുകൾ പഠിക്കാൻ പോവാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ UN ഒഫീഷ്യൽ റിപ്പോർട്ട് മോണിറ്റേഴ്സ് ഗ്ലോബൽ പ്രോസസ് ഓൺ 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ ഗോൾസ് എത്രത്തോളം ഓരോ രാജ്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അനലൈസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ റിപ്പോർട്ട്. ഈ SDGക്ക് മുമ്പ് നമുക്കൊരു മിലേനിയം ഗോൾസ് ഉണ്ടായിരുന്നു, മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്കുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ. The annual report aims to serve as a foundational resource with latest data and evidence for developing recommendations and solutions to advance progress towards SDG. SDGയിലേക്ക് എത്താൻ സഹായിക്കുന്ന അഡ്വൈസസ് കൊടുക്കും. ഇനിയും ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു, SDG റിപ്പോർട്ട് യുണ്ടേസയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ സഹായിക്കുന്നത് യുണൈറ്റഡ് നേഷൻ സ്റ്റാറ്റിക്കൽ സിസ്റ്റവും ഈ പറയുന്ന യുണ്ടേസ ഇതിനകത്ത് സഹായിക്കും. ഞാൻ യുണ്ടേസ എന്നൊരു ഷോർട്ട് ഫോം പറയുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാവുന്നതാണ്. കൺസിസ്റ്റിംഗ് ഓഫ് 50 ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഏജൻസീസ് ബേസ്ഡ് ഓൺ ഡേറ്റ ഫോർ 200 കൺട്രീസ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ സ്റ്റാർ ഇങ്ങനെ വരയ്ക്കും. സ്റ്റാർ വരയ്ക്കുന്ന സ്ഥലങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വേൾഡ് ഇൻ SDGs. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നം പറയുന്നത് കോവിഡിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, നമ്മൾ യുക്രൈൻ വാർ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് വാർ ആണെങ്കിലും എല്ലാം ഗ്ലോബൽ ഇക്കണോമിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇസ്രായേൽ പലസ്തീൻ ആണെങ്കിലും. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ടാഞ്ചിബിൾ പ്രോഗ്രസ് മെയ്ഡ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് മോർട്ടാലിറ്റി കുറഞ്ഞിട്ടുണ്ട്, HIV പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്, എനർജി ആൻഡ് മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക. പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് ആക്ഷൻ വേണ്ടത്? ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. പീസ് ആൻഡ് സെക്യൂരിറ്റി നമുക്കറിയാം, ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. പിന്നെ ഇനിക്വാളിറ്റി, ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേരുടെ കയ്യിലാണ് എല്ലാ പൈസ ഇരിക്കുന്നത്. ഓക്സ്ഫാം റിപ്പോർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനിക്വാളിറ്റീസ് എമോങ് ആൻഡ് ബിറ്റ്വീൻ കൺട്രീസ്. ഇവിടെ അവർ പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ ചിലർ വലുതായിട്ട് വളർന്നു പോകുന്നു, ചിലർ ഇപ്പോഴും ബേസിക് ലെവലിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആരാണ് ഇറക്കുന്നത്? യുണ്ടേസയാണ്. ഇനി ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇറക്കുന്നത് UNDESA തന്നെയാണ്. UNDESയുടെ പോപ്പുലേഷൻ ഡിവിഷനാണ് ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റ് സ്റ്റോക്ക് റിപ്പോർട്ട് ഇറക്കുന്നത്. ഓക്കെ, ഏകദേശം ഈ 1990 തൊട്ട് 1990 തൊട്ട് 24 ഡേറ്റയാണ്. 24 റിപ്പോർട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റ്സ് ഏകദേശം 304 മില്യനാണ്. അതായത് 1990 ഇരട്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി ലോകത്തിൻ്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 3.7% പേരും ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ആണ്. 90-ൽ ഇത് 2.9 ആയിരുന്നു. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ യൂറോപ്പിലാണ്, അത് കഴിഞ്ഞ് നോർത്ത് അമേരിക്ക, പിന്നെ നോർത്ത് ആഫ്രിക്ക, പിന്നെ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. ഓക്കെ, USA ആണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഉള്ള രാജ്യം. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഉള്ള രാജ്യം USA ആണ്. അതുപോലെ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉള്ളത്? അത് യൂറോപ്പാണ്. ഇത് രണ്ടുമെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിന് UK-യും ഫ്രാൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് വരുന്നത് യൂറോപ്പിലാണ്. രണ്ടാമത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഷെയർ ടു പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ വെച്ച് നോക്കും, ഇവിടെ ഞാൻ തെറ്റി. പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ്റെ എത്ര ശതമാനം മൈഗ്രൻസ് ആണെന്ന് ചോദിച്ചാൽ അതിൽ നോർത്ത് അമേരിക്കയാണ് ഫസ്റ്റ്, സെക്കൻഡ് വിൽ ബി യൂറോപ്പ്, തേർഡ് വിൽ ബി ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, പോപ്പുലേഷൻ ടു മൈഗ്രൻ്റ് റേഷ്യോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? നോർത്ത് അമേരിക്ക. സെക്കൻഡ് ഈസ് യുവർ യൂറോപ്പ്,
തേർഡ് അവർ ആഫ്രിക്കയും വെസ്റ്റ് ഏഷ്യയും കമ്പൈൻ ചെയ്താണ്. അപ്പോൾ ഒരു കുറച്ച് ഡേറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഉള്ള രാജ്യം, മൈഗ്രൻസിൻ്റെ നമ്പർ USA. റീജിയൻ, ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ വരുന്നത്, ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ? യൂറോപ്പ്. പോപ്പുലേഷൻ ടു മൈഗ്രൻ്റ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള റീജിയൻ ഏതാ? നോർത്ത് അമേരിക്ക. ഈ 3 ഡേറ്റയും നിങ്ങൾ ഓർത്തിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇനിയും വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട് റിപ്പോർട്ട്, ഇത് ഇറക്കുന്നത് നമ്മുടെ യുണ്ടേസ തന്നെയാണ്. അപ്പോൾ യുണ്ടേസ ഇറക്കുന്ന 3 റിപ്പോർട്ടുകൾ, SDG റിപ്പോർട്ട്, ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് സ്റ്റോക്ക് റിപ്പോർട്ട്, പിന്നെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട് റിപ്പോർട്ട്. ഇത് 2 വർഷം കൂടുമ്പോഴാണ് ഇറക്കുന്നത് ബൈ യുണ്ടേസാസ്. ഇതിൻ്റെ സോഷ്യൽ അഫയേഴ്സ് ഡിവിഷനാണ്. ഓക്കെ, ക്ലിയർ? ദ അൺടാഡ് ആൻഡ് 5 റീജിയണൽ ഏജൻസി. അപ്പോൾ ഇതിനകത്ത് യുണ്ടേസ മാത്രമല്ല, ഇതിൻ്റെ കൂടെ അൺടാഡും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ 5 റീജിയണൽ കമ്മീഷൻസ് ഉണ്ട്. യുനേക്ക, യുനേസെ, യുനേക്ലാക്, യുനെസ്ക്യാപ്. യുനെസ്ക്യാപ് ഇമ്പോർട്ടൻ്റ് ആണ്. യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. പിന്നെ UNESCW, യുണൈറ്റഡ് നേഷൻസ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റ് ഏഷ്യ. ഇങ്ങനെ ഒരു ചോദ്യം വരില്ല. ഈ റീജിയണൽ കമ്മീഷൻസ് എല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അൺടാഡ് ഇതിനകത്തുണ്ടെന്ന് ഓർത്തിരിക്കും. ഇനി ഈ പറയുന്ന വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ പ്രോസ്പെക്ട് റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ 2025 റിപ്പോർട്ട് പറയുന്നത് ഗ്ലോബൽ ഗ്രോത്ത് റിമെയിൻ സബ്ഡ്യൂഡ് ആൻഡ് എമിഡ് ലിങ്കറിങ് അൺസർട്ടനിറ്റി. യുദ്ധവും രോഗവും എല്ലാം കാരണം ഗ്രോത്ത് ഫോർകാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വലുതായിട്ട് കൂടിയിട്ടില്ല. 2.8 ഇവർ 25 കാണുന്നത്, 2.9 2026 കാണുന്നത്. പിന്നെയും ഞാൻ പറയുന്നു, സ്റ്റാർ മാർക്ക് ഇടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞു പോയാൽ മതി. ഈ പേര് മാത്രം ഞാൻ സ്റ്റാർ മാർക്ക് ഇടും, ഡീറ്റെയിൽസ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. റിലീഫ് മേ കം ഫ്രം ലോവർ ഇൻഫ്ലേഷൻ, ഇംപ്രൂവിങ് ലേബർ മാർക്കറ്റ് ആൻഡ് മോണിറ്ററി ഈസിങ്. പിന്നെ നമുക്ക് വേറൊരു റിപ്പോർട്ടും ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾ റിപ്പോർട്ട്. അപ്പോൾ ഇത് 4-5 റിപ്പോർട്ടുകൾ ആരാണ് ഇറക്കുന്നത്? യുണ്ടേസയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് സ്റ്റോക്ക് റിപ്പോർട്ടുമാണ്. പിന്നെ അവർ എക്സ്ട്രാ ഇറക്കുന്നതാണ് വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ പ്രോസ്പെക്ട് റിപ്പോർട്ട്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾ റിപ്പോർട്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഒരു ഓർഗനൈസേഷൻ എഴുതിയിട്ട് അത് ഇറക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുമിച്ച് എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് ഓർക്കാൻ പറ്റും. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ UN ഏജൻസി ഡീലിംഗ് വിത്ത് ലേബർ ഇഷ്യൂസ്. നമുക്കറിയാം, ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ലേബർ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ലേബർ, പർട്ടിക്കുലർലി ഇൻ്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. നമ്മൾ കുറേയധികം ലേബേഴ്സിന് കുറേയധികം ഇൻഹ്യൂമൻ കണ്ടീഷനിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അത് അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. സോഷ്യൽ പ്രൊട്ടക്ഷൻ അവർക്ക് ഉറപ്പെടുത്തുക, ഇൻഷുറൻസിൻ്റെ കാര്യം, പല കാര്യങ്ങളും, ലേബറിൻ്റെ പ്രൊട്ടക്ഷൻ. പിന്നെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ആഗ്രഹിക്കുന്ന ജോലി തേടുന്ന അവർക്ക് ജോലി കൊടുക്കാനുള്ള സിസ്റ്റംസിന് പറ്റിയും എല്ലോ പഠിക്കാറുണ്ട്, നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ദ ഓൺലി ട്രൈപാർട്ടേറ്റ് UN ഏജൻസി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ബ്രിങ്സ് ടുഗദർ. ട്രൈപാർട്ടേറ്റ് എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഗവൺമെൻറ്റ്സ് ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, തൊഴിൽ നൽകുന്ന സ്ഥാപനത്തിന് ഉടമകളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈപാർട്ടേറ്റ്. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഗവൺമെൻറ്റ്സ്, അതുപോലെ എംപ്ലോയേഴ്സ് പ്ലസ് വർക്കേഴ്സ്. ഓക്കെ, ക്ലിയർ? ILO രജിസ്റ്റേഴ്സ് കംപ്ലയിൻറ്റ്സ്. ചില എൻറ്റിറ്റീസിനെതിരെ ILO കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ILO ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ സാങ്ഷൻ വെക്കില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ സാങ്ഷൻ വെക്കില്ല. ഇത് 1919 വന്നതാണ്. ഇന്ത്യ ഇതിൻ്റെ മെമ്പറാണ്. ഓക്കെ, സ്റ്റാർ മാർക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ILOയിൽ 187 മെമ്പേഴ്സ് ഉണ്ട്. UN-ൽ നിന്നത് 186 ഔട്ട് ഓഫ് 191, പ്ലസ് കുക്ക് ഐലൻഡും ഇതിൻ്റെ മെമ്പറാണ്. അതുകൊണ്ടാണ് UN 186+1 വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. ഓക്കെ, ഫങ്ഷൻസ് എന്താ? അഡാപ്റ്റ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ വെൽഫെയർ ഓഫ് പീപ്പിൾ ആൻഡ് സീ ദ പ്രോഗ്രസ് ഇൻ ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റിസർച്ച് നടക്കുക, അഡ്വൈസസ് കൊടുക്കുക, ലേബർ വെൽഫെയറിൻ്റെ ഫീൽഡിലെ റിസർച്ചും അഡ്വൈസ് കൊടുക്കലും. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിന് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ടതെല്ലാം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി വേൾഡ് ഇവരിറക്കുന്ന ചില റിപ്പോർട്ട്, നമ്മൾ യുണ്ടേസയുടെ SDG റിപ്പോർട്ടും ലേബർ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടും ഒക്കെ പഠിച്ചു. അതുപോലെ ILO ഇറക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക്, അതിൻ്റെ ട്രെൻഡ്, അതൊരു റിപ്പോർട്ടാണ്. ഇത് ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ടാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് ഗ്ലോബൽ ലേബർ മാർക്കറ്റിലെ ട്രെൻഡുകളും സ്ലോയിങ് എക്കണോമികളുടെ ഒരു ഹൈലൈറ്റ്സും, അതിൻ്റെ റിക്കവറി നടക്കുന്നുണ്ടോ, അൺഎംപ്ലോയ്മെൻറ്റ്, യൂത്തിൻ്റെ ഇടയ്ക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടോ, ജെൻഡർ ഡിസ്പാരിറ്റീസ് ഉണ്ടോ ലേബറിൽ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഗ്ലോബൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ 2024 വാസ് 5%. 24 അൺഎംപ്ലോയ്മെൻറ്റ് 23 അനുസരിച്ച് സെയിം ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം പുതിയ ആൾക്കാർ ലേബർ ഫോഴ്സ് വരുമ്പോൾ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടില്ല. പിന്നെ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, യങ് പീപ്പിൾ കണ്ടിന്യൂ ടു ഫേസ് മച്ച് ഹയർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഏറ്റവും കൂടുതൽ യങ് പീപ്പിളിനാണ് അൺഎംപ്ലോയ്മെൻറ്റ് നേരിടേണ്ടി വരുന്നത്, ഏകദേശം 12.6%.
ഇനിയും ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ILO ആണെന്ന് ഓർക്കണം. കാരണം ഇവിടെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് സ്റ്റോക്ക് ഉണ്ട്, ലേബർ സ്റ്റോക്ക് അല്ല, ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് സ്റ്റോക്ക്. ഇത് വേറെ, ഇൻ്റർനാഷണൽ മൈഗ്രൻ്റ് വർക്കേഴ്സ് വേറെ. മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്ന് വരുമ്പോൾ ILOയും, വെറും മൈഗ്രൻ്റ് എന്ന് വരുമ്പോൾ അത് യുണ്ടേസയാന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ 4th എഡിഷനാണ് 2025 ലോഞ്ച് ആയത്. ഈ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ മെയിൽസ് 102 മില്യണും ഫീമെയിൽസ് 64 മില്യണുമാണ്. ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഏകദേശം 4.7%. ഗ്ലോബൽ ലേബർ ഫോഴ്സിൻ്റെ 4.7% ഈ മൈഗ്രൻസ് ആണ്, ഏകദേശം 167 മില്യൺ. ഓക്കെ, ഡിഫൈൻഡ് ആസ് ബോത്ത് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് വരുന്നത്. അത് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പേര്, റിപ്പോർട്ടുകളുടെ പേര് മാത്രം. മെയിൻ കൺട്രീസ് എന്താണ്? ഏറ്റവും കൂടുതൽ ഈ മൈഗ്രൻസിനെ ഹോസ്റ്റ് ചെയ്യുന്നത് ഹൈ ഇൻകം കൺട്രീസാണ്. 68% അല്ലെങ്കിൽ 114 മില്യണും ഈ ഹൈ ഇൻകം കൺട്രീസാണ്. പിന്നെ 17% 29.2 മില്യൺ മിഡിൽ ഇൻകം കൺട്രീസിൽ. അപ്പോൾ ഹൈ ഇൻകം കൺട്രീസിലാണല്ലോ എപ്പോഴും ജോലി തേടിയ ആൾക്കാർ പോകുന്നത്. ഞാനത് നോക്കുകയാണ് കേട്ടോ. ILO കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കവർ ചെയ്യാം. പിന്നെ നമുക്കൊരു സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ടുണ്ട്, റിലീസ്ഡ് ഇൻ December 24 ഇൻ ജനീവ. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്താ? സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ടും ILOയുടെയാണ്. കൺട്രീസ് കോംപ്ലൈൻറ്റ് വിത്ത് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് എഫക്റ്റീവ് റെക്കഗ്നീഷൻ ടു റൈറ്റ് ടു കളക്റ്റീവ് ബാർഗെയിൻ. ഇപ്പം എംപ്ലോയേഴ്സുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള റൈറ്റ്, ഇപ്പോൾ കളക്റ്റീവ് ബാർഗെയിൻ ആണെങ്കിൽ, ഫ്രീഡം ആണെങ്കിലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, സിവിൽ ലിബർട്ടീസും കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, റെക്കമെൻഡേഷൻ എന്താ? ഗവൺമെൻറ് ഷുഡ് അപ്ഹോൾഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ആൻഡ് റൈറ്റ് ടു വർക്ക്, എസ്പെഷ്യലി ഫോർ ഫ്രീഡം ഓഫ് അസോസിയേഷനും സ്വന്തം റൈറ്റ്സിന് വേണ്ടി ബാർഗെയിൻ ചെയ്യാനുള്ള അധികാരമൊക്കെ ഈ എംപ്ലോയീസിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ടല്ല, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. Equip labor administration and social partners with necessary resources and technical capabilities for effective participation in peak level social dialogue. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അലയൻസ് 8.7 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുത്തിപ്പൊക്കി US ചോദിക്കാറുണ്ട്, അല്ല UPSC ചോദിക്കാറുണ്ട്. ഇതൊരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പാണ് വിത്ത് ILO പ്രൊവൈഡ് സെക്രട്ടേറിയറ്റ്. ILO ആണ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ബ്രിങ്സ് വേരിയസ് പാർട്ട്നേഴ്സ് ആൻഡ് കൺട്രീസ് ടു കോർഡിനേറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ആക്സലറേറ്റ് പ്രോസസ് ടു എൻഡ് ചൈൽഡ് ലേബർ, ഫോഴ്സ്ഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് സ്ലേവറി. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അലയൻസ് 8.7 എന്താണ്? ചൈൽഡ് ലേബറിനെ എൻഡ് ചെയ്യുക, ഫോഴ്സ്ഡ് ലേബറിനെ എൻഡ് ചെയ്യുക, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ഇതിനെ നമുക്ക് എന്താ പറയുക, അലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ എൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മോഡേൺ സ്ലേവറി എൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓർക്കുക, എൻഡിങ് ചൈൽഡ് ലേബർ ബൈ 2025 ഇൻ ഇറ്റ്സ് ഓൾ ഫോംസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടാർഗറ്റ് 8.7. അപ്പോൾ SDG 8 അതിനകത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന ചൈൽഡ് ലേബറിനെ എൻഡ് ചെയ്യാൻ SDG 8 പറയുന്നു എന്ന് ഓർത്തിരിക്കുക. SDGs ഇന്നും ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇനിയും SDG ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആയിട്ട് നമ്മൾ 2021 ആഘോഷിച്ചിരുന്നു. ലെഡ് ബൈ ILO ഇൻ കൊളാബറേഷൻ വിത്ത് പാർട്ട്നേഴ്സ്. ഇറ്റ് എയിംസ് ടു റേസ് ദ അവയർനെസ് ഇഷ്യൂ ആൻഡ് ടു ഹെൽപ്പ് ആക്സലറേറ്റ് പേസ് ഓഫ് പ്രോഗ്രസ്. അലയൻസ് 8. പിന്നെ വേറെ കുറേ റിപ്പോർട്ടുകളുണ്ട്. വേൾഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട്, വേൾഡ് വേജ് റിപ്പോർട്ട്, വേൾഡ് വർക്ക് റിപ്പോർട്ട്, ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് ട്രെൻഡ്, യൂത്ത് എംപ്ലോയ്മെൻറ്റ്. ഈ എംപ്ലോയ്മെൻറ്റും വർക്കും ഒക്കെ വരുമ്പോൾ ഭൂരിഭാഗവും അത് ILO ആണ്. പിന്നെ വേറെയും വരാം, എന്നാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി ILOയുടെ കുറേ കൺവെൻഷൻ ഉണ്ട്, 8 കൺവെൻഷൻസ് ഉണ്ട് ഫണ്ടമെൻ്റലി. ഒന്ന് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ടു ഓർഗനൈസ് കൺവെൻഷൻ, റൈറ്റ് ടു ഓർഗനൈസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് കൺവെൻഷൻ, ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അബോളിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ, മിനിമം ഏജ് കൺവെൻഷൻ. ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ ഒരു കൺവെൻഷനാണ് വേഴ്സ്റ്റ് ഫോം ഓഫ് ചൈൽഡ് ലേബർ കൺവെൻഷൻ 1999, കൺവെൻഷൻ നമ്പർ 182. അപ്പോൾ 182 എന്താ? ചൈൽഡ് ലേബർ എൻഡ് ചെയ്യുക. ഇറ്റ് കോൾസ് ഫോർ പ്രൊഹിബിഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് വേഴ്സ്റ്റ് ഫോം ഓഫ് ചൈൽഡ് ലേബർ. ഏത് ടൈപ്പ് ഓഫ് ചൈൽഡ് ലേബർ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്? സ്ലേവറി ആയിക്കോട്ടെ, ഫോഴ്സ് ലേബർ ആയിക്കോട്ടെ, ഇവരെ ട്രാഫിക് ചെയ്ത് കടത്തുക ആയിക്കോട്ടെ. ഇറ്റ് പ്രൊഹിബിറ്റ് ദ യൂസ് ഓഫ് ചിൽഡ്രൻ ഇൻ ആംഡ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഇടയ്ക്ക് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ പിള്ളേരെ വെടിക്കോപ്പുകൾ കൊടുത്ത് വിടാൻ സാധ്യതയുണ്ടായിരുന്നു. പിള്ളേരെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഫോഴ്സ് ചെയ്യുക, പോണോഗ്രഫിക്ക് ഫോഴ്സ് ചെയ്യുക, ഡ്രഗ് ട്രാഫിക്കിങ്ങിന് അവരെ യൂസ് ചെയ്യുക, ഹസാഡ്രസ് ആയിട്ടുള്ള മൈൻസിലും ഇങ്ങനെയുള്ളടത്ത് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക. ഇൻ ഓഗസ്റ്റ് 2020 ദ കൺവെൻഷൻ അച്ചീവ് ദി യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ. ഓൾ 187 മെമ്പേഴ്സ് ഓഫ് ILO ഹാവ് റാറ്റിഫൈഡ് ദ കൺവെൻഷൻ. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ILOയുടെ ഒരേ ഒരു കൺവെൻഷനെ ഇങ്ങനെ യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും റാറ്റിഫൈ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഈ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വേഴ്സ്റ്റ് ഫോം ഓഫ് ചൈൽഡ് ലേബർ കൺവെൻഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ നമ്പർ 182. ഓക്കെ, ദിസ് വാസ് അച്ചീവ്ഡ് ബൈ റാറ്റിഫിക്കേഷൻ ബൈ ദ കിങ്ഡം ഓഫ് ടോങ്ക. ടോങ്കയാണ് അവസാനമായിട്ട് റാറ്റിഫൈ ചെയ്തത്.
യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ മീൻസ് ഓൾ ചിൽഡ്രൻ നോ ആർ ഹാവ് ലീഗൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വേഴ്സ്റ്റ് ഫോം ഓഫ് ചൈൽഡ് ലേബർ. ഇനി ഈക്വൽ റെമ്യൂണറേഷൻ കൺവെൻഷൻ ഉണ്ട്. ഇന്ത്യ അത് 2017 റാറ്റിഫൈ ചെയ്തു. 1971 നമ്മൾ മിനിമം ഏജ് കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തു. വേഴ്സ്റ്റ് ഫോം ഓഫ് ചൈൽഡ് ലേബർ നമ്മൾ 99 തന്നെ റാറ്റിഫൈ ചെയ്തു. ഇന്ത്യ റാറ്റിഫൈ ചെയ്യാത്ത 2 കൺവെൻഷൻ ഉണ്ട്, അത് നോക്കണം. ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ടു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്പർ 87 നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ റൈറ്റ് ടു ഓർഗനൈസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് കൺവെൻഷൻ 98ാമത്തെ കൺവെൻഷനും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ സൈൻ ചെയ്യാത്ത ഈ 2 കൺവെൻഷൻ ഓർത്തിരിക്കുക. നമുക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ചൈൽഡ് ലേബറിനെ പറ്റി പറയുന്നതാണ്, കാരണം ഇത് ന്യൂസിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UN ദാറ്റ് ലീഡ്സ് ഇൻ്റർനാഷണൽ എഫേർട്സ് ടു ഡിഫീറ്റ് ഹങ്കർ. അപ്പോൾ ഹങ്കറിനെതിരെ പ്രവർത്തിക്കുന്ന പ്രീമിയർ ഏജൻസി, UN സ്പെഷ്യൽ ഏജൻസി FAO ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് പാരൻ്റ് ഓർഗനൈസേഷൻ ഇസ് UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. എക്കോസോക്കിൻ്റെ പരാമർശം പല തവണ വന്നു കഴിഞ്ഞു. ഓക്കെ, പല ഓർഗനൈസേഷനുമായിട്ട് ഇത് റിലേറ്റഡ് ആണ്. ഹെഡ് ക്വാർട്ടർ റോമിലാണ്. മോട്ടോ എന്താണ്? ലെറ്റ് ദെയർ ബി ബ്രെഡ്. ഓക്കെ, ഭക്ഷണം ഉണ്ടാവട്ടെ. അപ്പോൾ ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് എല്ലാവർക്കും ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഗോൾസ് എന്താണ്? ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ. ബേസിക് ഫുഡ് എല്ലാവർക്കും അവൈലബിൾ ആവണം. ഇതാണ് FAOയുടെ മെയിൻ മോട്ടോ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഹാവ് റെഗുലർ ആക്സസ് ടു ഇനഫ് ക്വാളിറ്റി ഓഫ് ഫുഡ് ടു ലീഡ് എ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്. വെറും ഫുഡ് കിട്ടാൻ പോരാ, ക്വാളിറ്റി ഫുഡ്. ഓക്കെ, അളവിൽ മാത്രമല്ല ന്യൂട്രിയൻസും ആവശ്യത്തിന് കിട്ടണം. ഓക്കെ, ഏകദേശം 194 മെമ്പേഴ്സ് ഉണ്ട്. 130ഓളം കൺട്രീസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു ഡിസ്കഷൻ ഫോറമായിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന ഫുഡിനെ പറ്റിയും അഗ്രികൾച്ചറിനെ പറ്റിയും ഫോറസ്ട്രിയെ പറ്റിയും ഫിഷറി പ്രാക്ടീസിനെ പറ്റി ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് ഈ ഫീൽഡുകളിൽ അഡ്വൈസ് കൊടുക്കും. അതുവഴി ആ രാജ്യങ്ങൾ ഈ ഫീൽഡുകളിൽ പുരോഗമിക്കാൻ സഹായിക്കും. അപ്പോൾ സോഴ്സ് ഓഫ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഫോർ എക്സ്പെഷ്യലി ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് വിച്ച് ആർ ഇൻ ട്രാൻസിഷൻ ടു മോഡേണൈസ്. അപ്പോൾ ഈ അഗ്രികൾച്ചറിനെ പറ്റിയും ഫോറസ്ട്രിയെ പറ്റിയും ഫിഷറിയെ പറ്റിയും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, മോഡേൺ പ്രാക്ടീസ് എന്തൊക്കെ എടുക്കാം, ഇതൊക്കെ പഠനം നടത്തുകയും ഓരോ രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും FAO. ഓക്കെ, റിവ്യൂ ദ ഫുഡ് ആൻഡ് അഗ്രി പൊസിഷൻ, അണ്ടർടേക്ക് റിസർച്ച് ടു ഇംപ്രൂവ് ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ ഇനി എന്തൊക്കെ ചെയ്യാം. പിന്നെ എറാഡിക്കേറ്റ് ആനിമൽ ഡിസീസസ് ആൻഡ് കൺട്രോളിങ് ഓഫ് പെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മാൻഡേറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ജനറലാണ്, അറിഞ്ഞിരുന്നാൽ എളുപ്പമായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ചില റിപ്പോർട്ടുകളുണ്ട്. സോഫ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, ഇറ്റ് ഇസ് ദ ക്വാണ്ടിഫൈഡ് ഹിഡൻ കോസ്റ്റ് ഓഫ് അഗ്രി ഫുഡ് സിസ്റ്റം ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ബി 11.6 trillion in 2020 ബേസ്ഡ് ഓൺ PPP ഡോളേഴ്സ്. പർച്ചേസിങ് പവർ പാരിറ്റി ഇതെന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം നിങ്ങളുടെ എക്കണോമിയിൽ. പർച്ചേസിങ് പവർ പാരിറ്റി. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ നൈട്രജൻ മാനേജ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, അതും ഈ പറയുന്ന ഗ്രൂപ്പ് ഇറക്കുന്നതാണ്. ഞാൻ ടിക്ക് ഇടുന്നതാണ് കൂടുതലും പിടി. ഇതിലൊന്നും ഞാൻ ടിക്ക് ഇട്ടിട്ടില്ല, പക്ഷേ ചോദിക്കാം. ഹ്യൂമൻസ് കറൻ്റ്ലി ആഡ് 150 TG ഓഫ് നൈട്രജൻ ഇൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ ബൈ 600 TG ബൈ 2100. ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പേര് മാത്രം ഓർത്തിരിക്കുക. സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫോറസ്റ്റ് റിപ്പോർട്ട്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറസ്റ്റ് കവറും ഡിസ്ട്രിബ്യൂഷൻ എന്തോരുവാന്നൊക്കെ പറയും. ഈ 2020 നമ്മൾ നോക്കിയാൽ ഗ്ലോബൽ ഫോറസ്റ്റ് കവർ ഏകദേശം 4.1 ബില്യനായിരുന്നു. ഏകദേശം 31st ഉള്ള ലാൻഡ് ഏരിയയിൽ 31% ഫോറസ്റ്റ് ആയിരുന്നു. റഷ്യ, ബ്രസീൽ, കാനഡ, USA ആൻഡ് ചൈന അക്കൗണ്ട് ഫോർ 54%. അപ്പോൾ ഈ 5 രാജ്യങ്ങളാണ്. ബ്രസീൽ, റഷ്യ, കാനഡ, USA ആൻഡ് ചൈന, 5 രാജ്യങ്ങൾ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ബ്രസീൽ, റഷ്യ, ഓക്കെ, ചൈന, ഇത് 3 ബ്രിക്സിലുള്ളതാണ്. ഓക്കെ, ക്ലിയർ. ഇതിൻ്റെ കൂടെ നമ്മൾ USA ഇടുക. ഓക്കെ, അതുപോലെ നമ്മൾ കാനഡ ഇടുക. ഇപ്പം റഷ്യയായി, ബ്രസീലായി, കാനഡയായി, USA ആയി, ചൈനയായി. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ വല്ലതും പഠിച്ചു വയ്ക്കുക. BRUCC. ബ്രിക്സിനകത്തുനിന്ന് ശരിക്കും ചൈനയുടെ കൂടെ ഒരു കാനഡയും ചേർത്ത് ഇന്ത്യ മാറ്റി USA ഇട്ടാൽ മതി, ഈ ബ്രുക്കെ ആവും. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിക്കാറ്. ഡിഫോറസ്റ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. 10 രാജ്യങ്ങൾ നെറ്റ് ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ഫോറസ്റ്റ് ഏരിയ. ചൈന, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇന്ത്യ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എനിക്ക് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല വൈറ്റ് ആയതുകൊണ്ട്, പക്ഷേ ഓർത്തിരിക്കുക ഇന്ത്യ ഫോറസ്റ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഫോറസ്റ്റിനെ വൾണറബിൾ ആക്കുന്നുണ്ട്. പലയിടത്തും വൈൽഡ് ഫയറും പെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട്. വൈൽഡ് ഫയർ ഇപ്പം നിങ്ങൾ ഇസ്രായേലും കാണുന്നുണ്ട്. ഡിമാൻഡ് ഫോർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഇൻക്രീസിങ്.
ഗ്ലോബൽ വുഡ് പ്രൊഡക്ഷൻ ഇപ്പോൾ റെക്കോർഡ് ലെവലിലാണ്. 6 ബില്യൺ പീപ്പിൾ യൂസ് നോൺ ടിമ്പർ ഫോറസ്റ്റ് വുഡ് യൂസ് ഇൻക്ലൂഡിങ് 2.7 ബില്യൺ റൂറൽ യൂസേഴ്സ് യൂസിങ് ഗ്ലോബൽ സൗത്ത്. 2050 പ്രൊജക്ഷൻ അനുസരിച്ച് ഇൻഡിക്കേറ്റ് ഹ്യൂജ് ഇൻക്രീസ് ഇൻ വുഡ് ഡിമാൻഡ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. നിങ്ങൾ ഡിഫോറസ്റ്റേഷൻ കുറഞ്ഞിട്ടുണ്ടെന്നും ഇന്ത്യയിൽ ആനുവൽ ഫോറസ്റ്റ് ഗെയിൻ ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ ലോകത്തെ ഫോറസ്റ്റിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും കുറവുള്ള ഡിസെൻഡിങ് ഓർഡറിലുള്ള 5 രാജ്യങ്ങൾ. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് റഷ്യ, ബ്രസീൽ, കാനഡ, USA ആൻഡ് ചൈന. ഓർത്തിരിക്കണം, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്. ഓക്കെ, ഇനിയും റിപ്പോർട്ട് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ്. ഇതും ആരാണ് ഇറക്കുന്നത്? നമ്മുടെ FAO റിപ്പോർട്ട്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ട് ദ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ്. പിന്നെ ഗ്ലോബൽ ഫോറസ്റ്റ് ആൻഡ് റിസോഴ്സ് അസസ്മെൻറ്റ്, ഇതെല്ലാം FAO ആണ് നടത്തുന്നത്. ഈ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെൻറ്റ് ഇസ് ഡൺ ഇൻ എവറി 5 ഇയർ. ലാസ്റ്റ് നടത്തി 2020, അടുത്ത 2026 ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ 4.06 ബില്യൺ ഹെക്ടേഴ്സാണ്. 31% ടോട്ടൽ ഏരിയയിൽ. ട്രോപ്പിക്കൽ ഡൊമൈൻ ഹാസ് ദ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് വേൾഡ്സ് ഫോറസ്റ്റ്. ഓർത്തിരിക്കുക വരാം. ട്രോപ്പിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡൊമൈനാണ് ഏറ്റവും കൂടുതൽ കാടുകളുള്ളത്, 40%. പിന്നെ ബോറിയൽ, പിന്നെ ടെമ്പറേറ്റ്, പിന്നെ സബ് ട്രോപ്പിക്കൽ. തെറ്റിപ്പോയത് ട്രോപ്പിക്കൽ എന്നൊന്നും തന്ന നിങ്ങൾ എന്താ പറയുക, സബ് ട്രോപ്പിക്കലെന്നോ അല്ലെങ്കിൽ ടെമ്പറേറ്റ് എന്നോ തന്നാൽ തെറ്റിക്കരുത്. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് ട്രോപ്പിക്കൽ ഡൊമൈനിനാണ്. സെക്കൻഡ് ബോറിയലാണ്. ചിലപ്പോൾ നമ്മൾ സബ് ട്രോപ്പിക്കൽ എന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇസ് ട്രോപ്പിക്കൽ, സെക്കൻഡ് ഇസ് ബോറിയൽ, തേർഡ് ഇസ് ടെമ്പറേറ്റ് ആൻഡ് ഫോർത്ത് ഇസ് സബ് ട്രോപ്പിക്കൽ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കലിനാണ്. നിങ്ങൾക്ക് കാണാം ഈ ഗ്രീനിഷ് കളർ, ദിസ് ഇസ് ദ വൺ ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളായിരുന്നു ബോറിയൽ ഫോറസ്റ്റാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ. തണുപ്പത്ത് ഫോറസ്റ്റ് ഇല്ലെന്ന് വിചാരിക്കരുത്. പിന്നെ ടെമ്പറേറ്റ്, അവസാനമാണ് സബ് ട്രോപ്പിക്കൽ. ഓക്കെ, പിന്നെ ടോപ്പ് 5 കൺട്രീസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉള്ളത് റഷ്യയിലാണ്, പിന്നെ ബ്രസീൽ, പിന്നെ കാനഡ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ ചൈന, പിന്നെ എല്ലാം കൂടെ കൂട്ടി റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ 1870 മില്യൺ ഹെക്ടറിന് കണക്കാട്ടോ. More than 700 million hectares, 18% of total forest is legally established protected area. ഉള്ള ഫോറസ്റ്റിൽ 18% ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇന്ത്യ ഹാസ് റാങ്ക് 3rd among the top countries that has gained forest areas in the last decade. ചൈന, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കുറച്ച് വർഷങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ നേടിയത് പുതിയ ഫോറസ്റ്റ് കവർ നേടിയത് അതിൽ 3ാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ്. ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് ഓസ്ട്രേലിയയാണ്. ഓർത്തിരിക്കുക. ഏഷ്യൻ കോണ്ടിനെൻറ്റ് റിപ്പോർട്ടഡ് ദ ഹയസ്റ്റ് നെറ്റ് ഗെയിൻ. അപ്പം ഏറ്റവും കൂടുതൽ പുതിയ ഫോറസ്റ്റ് പോകുന്നു, ഫോറസ്റ്റ് വരുന്നു. കുറേ എണ്ണം നമ്മൾ നശിപ്പിക്കുന്നു, കുറേ എണ്ണം റീഗ്രോ ചെയ്യുന്നു. ആ റീഗ്രോ ചെയ്യുന്നതും നശിപ്പിക്കുന്നതിനെയും കൂടെ നെറ്റാണ് എന്താ പറയുന്നത്, നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഗെയിൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏഷ്യയാണ് ഫ്രം 2010 to 2020. വേറെ ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യേറ്റീവ്സ് FAOയുടെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് അവയർനെസ് ഓഫ് ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ്. ഫുഡ് വേസ്റ്റേജിനെ പറ്റി ഇത് പറയാറുണ്ട്. SDG 8 നേരത്തെ ഞാൻ പഠിപ്പിച്ചു, ചൈൽഡ് ലേബർ, അതതിനകത്ത് വരുന്നത് പോലെ SDG 12 പരാമർശം വരുന്നത് ഫുഡ് ലോസിനെ പറ്റി. FAO എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് ലോസ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോക്കസ് ഓൺ ഇൻഡിക്കേറ്റർ പെർസെൻറ്റേജ് ഫുഡ് റിമൂവ് ഫ്രം സപ്ലൈ ചെയിൻ. അപ്പോൾ 12 ഫുഡ് വേസ്റ്റേജിനെ പറ്റി പറയുന്ന ഒരു ഇൻഡെക്സാണ്. SDG 12 13 എന്താണ് പറയുന്നത്, എൻഷ്യൂർ സസ്റ്റൈനബിൾ കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺസ്. അപ്പോൾ ഫുഡ് നശിക്കരുത്. ഇനി SDG 12.3 അതിൻ്റെ തന്നെ ഒരു ഭാഗത്തിൽ പറയുന്നത് ബൈ 2030 ഹാഫ് പെർ ക്യാപിറ്റ ഗ്ലോബൽ ഫുഡ് വേസ്റ്റ് അറ്റ് റീറ്റെയിൽ ആൻഡ് കൺസ്യൂമർ ലെവൽ ആൻഡ് റെഡ്യൂസ് ഫുഡ് ലോസസ് അലോങ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻസ് ഇൻക്ലൂഡിങ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. ഈ എല്ലാ കീവേഡുകളും ഓർത്തില്ലെങ്കിലും ഫുഡ് ലോസ് കുറയ്ക്കുക, ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കുക, ഈ ടേമെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വേൾഡ് സോയിൽ ഡേ. ഇത് ആനുവലി 5th ഡിസംബറിലാണ് നടക്കുന്നത്. സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊക്കെ 2013 5th ഡിസംബറിന് ഇങ്ങനെ സോയിൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇത് ഈ പറയുന്ന ഹിസ് മജസ്റ്റി കിങ് ഭൂമിയോയ് അദ്ലിയബ്, തായ്ലാൻഡിലെ രാജാവിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിവസം ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ FAOയുടെ പ്രോഗ്രാം ആട്ടോ. FAOയുടെ ഇനീഷ്യേറ്റീവിലാണ് വേൾഡ് സോയിൽ ഡേ നടക്കുന്നത്. വേൾഡ് ഫുഡ് ഡേ 16th ഒക്ടോബറാണ്. ഇത് 1945 തൊട്ട് FAO ചെയ്യുന്നതാണ്, നമ്മുടെ ഹങ്കറിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പല വേറെ ഓർഗനൈസേഷനുകളും ഇത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആൻഡ് ഇൻ്റർനാഷണൽ ഫുഡ് ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ഏജൻസിയിലേക്ക് വരാം, UN-ൻ്റെ. ഇറ്റ് ഈസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം.
leading humanitarian organization focusing on delivering food assistance in emergencies and working with communities to improve nutrition and build resilience. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ന്യൂട്രീഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. 61-ലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത്. റോമിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഓക്കെ, ഇത് പല ക്രൈസിസ് സിറ്റുവേഷനിലും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് അൺസ്ട്രൈൻഡ് ആസ് എ ഫുൾ ഫ്ലഡ്ജ് UN പ്രോഗ്രാം 65-ന് ശേഷം. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഒരു ബോഡി? നമ്മൾ 10 പേരെ എടുത്താൽ 9 പേരെ എടുത്താൽ അതിൽ ഒരാൾ ഇപ്പോഴും അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർക്ക് ലഭിക്കുന്നില്ല. ഇതിൻ്റെ കീ ഫംഗ്ഷൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഡെലിവർ ഫുഡ് ആൻഡ് അസിസ്റ്റൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എയ്ഡ്, ഡയറക്റ്റ് ക്യാഷ് അസിസ്റ്റൻസ് ആൻഡ് മെഡിക്കൽ സപ്ലൈസ്, ഇതെല്ലാം ചെയ്യാറുണ്ട്. പാസഞ്ചർ സർവീസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് UNDG. UNDGയുടെ ഭാഗമാണ്. UNDG നമ്മൾ പഠിക്കും. ഫണ്ടിങ് എന്താ? വോളണ്ടറി ഡൊണേഷൻസ്, ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന വോളണ്ടറി ഡൊണേഷൻസും കോർപ്പറേഷൻസും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുന്ന വോളണ്ടറി ഡൊണേഷൻ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് 2020 നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോർ ബെറ്ററിങ് കണ്ടീഷൻ ഓഫ് പീസ് ഇൻ കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ഏരിയ. കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയയിൽ വർക്ക് ചെയ്യും. ഇസ്രായേൽ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ചിലയിടത്ത് ഇത് കേട്ടിട്ടുള്ളതായിട്ട് നമ്മൾ ഓർക്കുന്നു. ഇന്ത്യ 63 തൊട്ട് തന്നെ ഈ പറയുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഔട്ട്ലുക്ക് ഫോർ 2025. ഓക്കെ, ഇത് ആനുവൽ പബ്ലിക്കേഷനാണ്. ഇപ്പം വളരെ വലിയ ക്രൈസിസ് ആണ് നടക്കുന്നത്. അക്യൂട്ട് ഹങ്കർ കൂടിയിട്ടുണ്ട്. 343 മില്യൺ പേര് 74 കൺട്രീസിൽ ഈ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ഏകദേശം $16.9 ബില്യൺ വേണം ഈ 123 മില്യൺ ആൾക്കാരിലേക്ക് എത്തിക്കാൻ, വൾണറബിൾ ആൾക്കാരിലേക്ക് എത്താൻ. നിങ്ങൾ മനസ്സിലാക്കണം, യുദ്ധവും ആയുധവും ഇതിനൊക്കെ കാശ് ചിലവാക്കുമ്പോൾ ആൾക്കാർക്ക് ഭക്ഷണത്തിനുള്ള കാശ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇതിന് പറ്റാത്തവർ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ഏജൻസിയാണ്. ചില ഏജൻസികൾ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ ടിക്ക് ചെയ്യും, 3 മാർക്ക് ചെയ്യും. 3 മാർക്ക് ചെയ്യുന്നത് ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ യുണിസെഫ് വാസ് ക്രിയേറ്റഡ് ബൈ UNG. ഓർത്തിരിക്കുക, UNG ആണ് 46-ൽ ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഉദ്ദേശം എന്താ? എമർജൻസി ഫുഡ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് എക്സ്പെഷ്യലി ചിൽഡ്രന് കൊടുക്കാൻ ആൻഡ് മദേഴ്സ് ഡ്യൂറിങ് ദ വേൾഡ് വാർ. അപ്പോൾ കുട്ടികളും മദേഴ്സുമാണ് ഏറ്റവും വൾണറബിൾ ആയ ഒരു ഗ്രൂപ്പ്. അവർക്ക് സർവീസ് കൊടുക്കാനാണ് യുണിസെഫ് ക്രിയേറ്റ് ചെയ്തത്. In 1950, its mandate was extended to address long-term need of children and women. പാർട്ട് ടൈം മാത്രമല്ല, എപ്പോഴും സ്ത്രീകളുടെയും കുട്ടികളുടെയും നീഡ്സ് എക്സ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് യുണിസെഫ്. ഓക്കെ, ഇത് 1953 പെർമനൻറ്റ് UN-ൻ്റെ പെർമനൻറ്റ് പാർട്ടായി. എപ്പോഴും എല്ലാ ഏജൻസീസും പെർമനൻറ്റ് പാർട്ട് ആയിരിക്കണമെന്നില്ല, പിന്നീട് ആക്കിയതാവും. അപ്പോൾ ഇതും പിന്നീടാണ് ആയത്. ഫംഗ്ഷൻ എന്താ? ഏകദേശം 190 രാജ്യങ്ങളിൽ പല ടെറിട്ടറിയിലും ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്താനുമൊക്കെ ഈ പറയുന്ന ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. റിപ്പോർട്ടുകളുണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ചിൽഡ്രൻ, ഓർത്തിരിക്കുക, സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ചിൽഡ്രൻ യുണിസെഫ് ഇറക്കുന്നതാണ്. ഇനി അടുത്തത് UN ഹാബിറ്റാറ്റ്, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, UN ഹാബിറ്റാറ്റ് UN ഹാബിറ്റാറ്റ് റിലീസ്ഡ് വേൾഡ് സിറ്റീസ് റിപ്പോർട്ട്. ഓർത്തിരിക്കുക, ഈ വർഷം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 3 സ്റ്റാർ ഇടുന്നുണ്ട്. UN ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ അടുത്ത ഏജൻസി, നമ്മൾ പുതിയ ഏജൻസി പറയുന്നത് UN ഏജൻസി ഫോർ ഹ്യൂമൻ റീസെറ്റിൽമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഹ്യൂമൻ സെറ്റിൽമെൻറ്റുകളെ പറ്റി പഠിക്കാനും അതിനുള്ള അഡ്വൈസ് കൊടുക്കാനും ആ ഫീൽഡിൽ വർക്ക് ചെയ്യാനുമാണ്. പിന്നെ അർബൻ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ഉണ്ട്. ഇറ്റ്സ് മിഷൻ ഇസ് ടു പ്രൊവോട്ട് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് ഇൻ സിറ്റീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ നോളജ്, പോളിസി അഡ്വൈസ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കൊളാബറേറ്റീവ് ആക്ഷൻ, ഇതൊക്കെ ജനറൽ കാര്യമാണ്. 78-ലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഔട്ട്കം ഓഫ് ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹാബിറ്റാറ്റ് ഹാപ്പൻഡ് ഇൻ 1976. ഹാബിറ്റാറ്റ് 3 വാസ് ഹെൽഡ് അറ്റ് ക്വിറ്റോ ഇൻ ഇക്വറ്റോർ 2016. ഇമ്പോർട്ടൻ്റ് അല്ല. ഇറ്റ് ഇസ് എ മെമ്പർ ഓഫ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്. ഓർത്തിരിക്കുക, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ് നമ്മൾ പലപ്പോഴും കണ്ടു. പല ഏജൻസികളും ഇതിൻ്റെ മെമ്പറാണ്. ഓക്കെ, ഇനിയും ഈ യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? നൈറോബി, കെന്യ. ഓക്കെ, വേൾഡ് സിറ്റീസ് റിപ്പോർട്ട് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്ററായ സിറ്റികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ, സിറ്റികളാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിറ്റീസ് ആർ ഗോയിങ് ടു ഫേസ് പ്രോബ്ലംസ് ലൈക്ക് സീ ലെവൽ റൈസ്, സബ്മർജൻസ്, മുങ്ങിപ്പോവുക, ടെമ്പറേച്ചർ റൈസ്, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കും. ദിസ് ഐ വിൽ ഗീവ് എക്സ്ട്രാ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇത് എന്തുകൊണ്ട് ന്യൂസ് വന്നു? US ഇതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി. ഇത് സെക്കൻഡ് വേൾഡ് വാറിന് സമയത്ത് 7th April 1948 ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ ദിവസം ഈ 7th April ഇപ്പം വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഡേ, നമ്മൾ സോയിൽ ഡേ പഠിച്ചു, വേൾഡ് ഹെൽത്ത് ഡേ പഠിച്ചു, അതുപോലെ പല ഡേകളും പഠിച്ചു. ഓക്കെ, ദ WHO വാസ് കൺസീവ്ഡ് ഇൻ അറ്റ് 1945. പക്ഷേ ഇതിൻ്റെ ലിങ്കേജസ് നമ്മൾ നോക്കിയാൽ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിലാണ് ഇത് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഐഡിയ കൺസീവ് ആവുന്നു. ഓർത്തിരിക്കുക, WHO ഓപ്പറേറ്റ്സ് ഇൻ ട്രൈപാർട്ടൈറ്റ് സ്ട്രക്ചർ, അതായത് വേൾഡ് ഹെൽത്ത് അസംബ്ലി, ദ എക്സിക്യൂട്ടീവ് ബോർഡ്, ദ സെക്രട്ടേറിയറ്റ്, 3 ഭാഗങ്ങളുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട. ഇറ്റ് വർക്ക്സ് വിത്ത് കൺട്രീസ് ടു സ്ട്രെങ്തൻ പ്രൈമറി ഹെൽത്ത് കെയർ, ഹെൽത്ത് പ്രിപ്പയർഡ്, ഗവൺമെൻറ് പോളിസികൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. ചില ഡിസീസുകൾ, പർട്ടിക്കുലർ ചില ഡിസീസുകളെ ടാക്കിൾ ചെയ്യാനുള്ള പോളിസി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, ഇത് ഫണ്ടഡ് ആവുന്നത് എങ്ങനെയാണ്? സിസ്റ്റം ഓഫ് അസസ്ഡ് ആൻഡ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. ഇങ്ങനെയാണ് വോളണ്ടറി കോൺട്രിബ്യൂഷനും അസസ്ഡ് കോൺട്രിബ്യൂഷൻസും. WHO കോൺസ്റ്റിറ്റ്യൂഷൻ ലാക്സ് എക്സ്പ്ലിസിറ്റ്, ഇതൊന്ന് എങ്ങനെ വിഡ്രോ ചെയ്യുമെന്ന് ഇത് പറഞ്ഞിട്ടില്ല, എന്നാലും USA വിഡ്രോ ചെയ്തു. ഓക്കെ, ഇത് ചില റിപ്പോർട്ട്സ് ഇറക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട്, ഗ്ലോബൽ എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ റിപ്പോർട്ടും WHO ഇമ്പോർട്ടൻ്റ് ആണ്. ജനീവയിലാണ് ഹെഡ് ക്വാർട്ടർ. 6 റീജിയണൽ ഓഫീസ് ഉണ്ട്, അതിലൊരെണ്ണം ഇന്ത്യയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു റീജിയണൽ ക്വാർട്ടർ ഇന്ത്യയിലാണ്. 194 മെമ്പറുകളുണ്ട്. ലൈക്ക് മോസ്റ്റ് UN ഏജൻസി ഡിപ്പെൻഡ്സ് ഓൺ മെമ്പർ കോൺട്രിബ്യൂഷൻ. ഓക്കെ, മെമ്പർ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞ അസസ്ഡ് ആൻഡ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ. കുറേയധികം റിപ്പോർട്ടുകളുണ്ട്. ഗ്ലോബൽ TB റിപ്പോർട്ട് ഇവരുടെയാണ്. സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ റിപ്പോർട്ട്. ഓക്കെ, ഞാൻ കുറേ SDG പറഞ്ഞു, 12 SDG 12 പറഞ്ഞു, SDG 8 പറഞ്ഞു, ഇപ്പോൾ SDG 2 പറയുന്നു. SDG നമ്മൾ കവർ ചെയ്തു പോകും. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ആൻ അപ്ഡേറ്റ് ഓൺ ഗ്ലോബൽ പ്രോഗ്രസ് ടുവേർഡ്സ് ടാർഗറ്റിംഗ് എൻഡിങ് ഹങ്കർ 2 ഓൾ ഫോംസ് ഓഫ് മാൽന്യൂട്രീഷനും ഹങ്കറും ഒക്കെ 2 വരുന്നുണ്ട്. എസ്റ്റിമേറ്റ്സ് ഓൺ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ അണേബിൾ ടു അഫോർഡ് ഹെൽത്തി ഡയറ്റ്. ഇതിനെപ്പറ്റിയൊക്കെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഈ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റിക്ക് അത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഉണ്ട്, IFAD ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ചൈൽഡ്രൻ ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട്, വേൾഡ് ഫുഡ് പ്രോഗ്രാം ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ റിപ്പോർട്ട് ഇറക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു ഗ്ലോബൽ സെൻറ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഉണ്ട്. ഇതും WHO അണ്ടറിലാണ്. ട്രഡീഷണൽ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ. ഓക്കെ, ട്രഡീഷണൽ മെഡിസിൻ എന്താണ്? ഇറ്റ് ഈസ് ടോട്ടൽ സം ഓഫ് നോളജ്, സ്കിൽ ആൻഡ് പ്രാക്ടീസസ് ഇൻഡിജീനിയസ് ആൻഡ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഹാവ് യൂസ്ഡ്. നമുക്ക് ഏകദേശം ഇതറിയാം, പണ്ട് മുതലേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസ്. ഓക്കെ, ഇതിനകത്ത് പലതും ഉണ്ട്. അക്യുപഞ്ചർ, ആയുർവേദ മെഡിസിൻ, ഹെർബൽ മിക്സ്ചർ ആസ് വെൽ ആസ് മോഡേൺ മെഡിസിൻസ്. വിട്ടുകളയാ, ഈ ഗ്ലോബൽ സെൻറ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ സപ്പോർട്ടഡ് ബൈ ഒരു $250 മില്യൺ ഫണ്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ആയുഷ് ആൻഡ് WHO എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു GCTM അല്ലെങ്കിൽ ഗ്ലോബൽ സെൻറ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിൽ സെറ്റ് ചെയ്യാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. മോദി ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് WHO GCTM അറ്റ് ജാംനഗർ. ഇറ്റ് ഈസ് എൻ ഔട്ട് പോസ്റ്റ് സെൻറ്റർ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടർ. ഇതിൻ്റെ എയിം എന്താ? ഹാർനസ് പൊട്ടൻഷ്യൽ ഓഫ് ട്രഡീഷണൽ മെഡിസിൻ. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറൗണ്ട് 80% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് സെറ്റ് ടു യൂസ്. ഇത്രയും വേൾഡ് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും 80% പോപ്പുലേഷൻ ഇപ്പോഴും ട്രഡീഷണൽ മെഡിസിൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു. കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ UN റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പഠിക്കാം. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇതും US-ൻ്റെ ഒരു സ്പെഷ്യലൈസ് അല്ല, UN-ൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. മാരിടൈം എന്നൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഷിപ്പിംഗ്. ഓക്കെ, ഷിപ്പിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഫോക്കസ് ഓൺ സേഫ്, സെക്യൂർ ആൻഡ് എഫിഷ്യൻറ്റ് ഷിപ്പിംഗ് ഓൺ ക്ലീൻ ഓഷൻ and plays important role to create fair, effective and universally accepted regulatory framework. നിങ്ങൾ ഷിപ്പിംഗ് എന്ന് ഓർക്കുക, ബാക്കി അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുക. പിന്നെ ഓബിയസ്ലി ഇതിനകത്ത് റെഗുലേഷനും ഉണ്ട്. ഇത്ര 2 കീവേഡ് ഓർത്താൽ മതി. ഹെഡ് ക്വാർട്ടർ ലണ്ടനിലാണ്. 174 മെമ്പേഴ്സ് ഉണ്ട്, 3 അസോസിയേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് ഹാവ് ടു റാറ്റിഫൈ ദ കൺവെൻഷൻ. IMO റാറ്റിഫൈ ആയിട്ടാണ് ചേരുന്നത്. മോസ്റ്റ് UN മെമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് IMO ആർ ലാൻഡ് ലോക്ക്ഡ്. അതായത് നദിയിലേക്ക്, സീയിലേക്കോ കടലിലേക്കോ ഒന്നും ആക്സസ് ഇല്ലാത്ത, എസ്പെഷ്യലി കടലിലേക്ക് ആക്സസ് ഇല്ലാത്ത രാജ്യങ്ങൾ, ലാൻഡ് ലോക്ക്ഡ് ആയവരാണ് ഇതിൽ ഭാഗമല്ലാത്തത്. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും ബുറുണ്ടി ആണെങ്കിലും. ഓക്കെ, ഇന്ത്യ 1959 തൊട്ടുണ്ട്. നമുക്ക് വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്. ടിൽ 1982 ഇതിനെ വിളിച്ചിരുന്നത് ഇൻ്റർ ഗവൺമെൻറ്റൽ മാരിടൈം കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ. പഴയ പേരാണ്, ഇപ്പോൾ റെലവൻ്റ് അല്ല. നിങ്ങൾ IMO എന്ന് ഓർക്കുക. IMOയുടെ മെയിൻ
ഒബ്ജക്റ്റീവ് ഓർക്കുക, ഇന്ത്യ ഇതിൻ്റെ മെമ്പറാണെന്ന് ഓർക്കുക. ഇന്ത്യ മിക്കതിൻ്റെ മെമ്പറാണ്. IMO കൺസിസ്റ്റ് ഓഫ് ആൻ അസംബ്ലി, അതിൻ്റെ ഹയസ്റ്റ് ബോഡി അസംബ്ലിയാണ്, കൗൺസിൽ ആൻഡ് 5 മെയിൻ കമ്മിറ്റീസ്. ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. കൗൺസിലിനകത്ത് 40 മെമ്പർ സ്റ്റേറ്റുകളുണ്ട്. ഇതാണ് പ്രധാനമായ ഗവർണിംഗ് ബോഡി. ടെക്നിക്കൽ വർക്കെല്ലാം ഈ ചെറിയ 5 കമ്മിറ്റികളാണ് നടക്കുന്നത്. കൗൺസിലിൽ 40 പേരുള്ള മെയിൻ കൗൺസിൽ, ടെക്നിക്കൽ വർക്ക് ഈ 5 കമ്മിറ്റികളാണ് നടക്കുന്നത്. ഇന്ത്യ IMO കൗൺസിലേക്ക് റീഎലക്റ്റ് ആയിട്ടുണ്ട് വിത്ത് ഹയസ്റ്റ് ടാലി അറ്റ് എലക്ഷൻസ്. വലിയ വോട്ടൊക്കെ കിട്ടുന്ന വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. മെമ്പറുകളെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി A വിത്ത് ഇൻട്രസ്റ്റ് ഇൻ പ്രൊവൈഡിങ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് സർവീസസ്. രണ്ടാമത് ഇൻ്റർനാഷണൽ സീബോൺ ട്രേഡിന് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇന്ത്യ ഈ കാറ്റഗറിയിലാണ് എലക്റ്റഡ് ആയേക്കുന്നത്. പിന്നെ കാറ്റഗറി സ്റ്റേറ്റ് വിത്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ മാരിടൈം ട്രാൻസ്പോർട്ട് ആൻഡ് നാവിഗേഷൻ ഹൂസ് സെലക്ഷൻ വിൽ എൻഷുർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ മേജർ ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ ഇന്ത്യ കാറ്റഗറി ബിയിൽ നിന്നാണ് റീഎലക്റ്റ് ആയിരിക്കുന്നത്. ഇനി ഇന്ത്യനെ IMO നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 1959 തൊട്ടുള്ള ഏർലി മെമ്പറാണ്. IMO റിലേറ്റഡ് ആയിട്ടുള്ള 30 കൺവെൻഷനും പ്രോട്ടോകോൾസും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സെർവ്സ് IMO ത്രൂ വോളണ്ടറി മാൻ പവർ. IMOയ്ക്ക് മാൻ പവർ ആവശ്യമുള്ളപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഓഡിറ്റേഴ്സ് സെർവ് അറ്റ് വോളണ്ടറി IMO മെമ്പർ സ്റ്റേറ്റ് ഓഡിറ്റ് സർവീസ്. ഇതിൻ്റെ ഓഡിറ്റ് സർവീസിൽ നമ്മുടെ ഓഡിറ്റർമാർ സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, IMO ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ് ടു ഇന്ത്യ ബിക്കോസ് 95% ഓഫ് ഇന്ത്യസ് ഗുഡ്സ് ട്രേഡ് ബൈ വോളിയം. നമ്മുടെ 95% ഗുഡ് ട്രേഡ് ബൈ വോളിയം പോകുന്നത് കടലിൽ കൂടാണ്, മാരിടൈം റൂട്ടിലൂടെയാണ്. ഓക്കെ, IMO കൺവെൻഷനുകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളത് നോക്കാം. ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, SOLAS. അപ്പോൾ ഇത് അൺക്ലോസുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കും. അൺക്ലോസ് നമ്മൾ സെപ്പറേറ്റ് വലുതായിട്ട് പഠിക്കും. ഇറ്റ് ഫോക്കസസ് ഓൺ ദ സേഫ്റ്റി ഓഫ് മർച്ചൻറ്റ്, സ്പെസിഫൈ മിനിമം സ്റ്റാൻഡേർഡ് ഫോർ കൺസ്ട്രക്ഷൻ, എക്യുപ്മെൻറ്റ്, ഓപ്പറേഷൻ ഓഫ് ഷിപ്സ്, കോമ്പാറ്റിബിലിറ്റി വിത്ത് ദെയർ സേഫ്റ്റി. ഇനി ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ഓയിൽ പൊല്യൂഷൻ, പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് ആൻഡ് കോഓപ്പറേഷൻ, OPRC. ഇതും IMOയുടെ കൺവെൻഷനാണ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ടു ഡീൽ വിത്ത് മാറൈൻ ഓയിൽ പൊല്യൂഷൻ വരുമ്പോൾ, ഇടയ്ക്ക് ഓയിൽ ലീക്കൊക്കെ വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസിഡൻറ്റ്സ് നാഷണലി ആൻഡ് കോഓപ്പറേഷൻ വിത്ത് അതർ കൺട്രീസ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 1990, ഫോഴ്സിൽ വന്ന് 95. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ കൺവെൻഷനുകളെല്ലാം IMOയുടെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻ 2023 IMOയ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഓൺ റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതും SDG 13 ഇവിടെ ഞാൻ പറയുന്നു. 2, 8, 12, 13 എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ടു ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇമ്പാക്റ്റ്. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് ഈ പറയുന്ന മാരിടൈം റൂട്ടുകൾക്കും മാരിടൈം ട്രാൻസ്പോർട്ടിലും ഒരു റോളുണ്ട്. Okay, IMO's greenhouse gas strategy represents a framework for member states setting out the future vision for international shipping, the levels of ambition to reduce GHG emissions and guiding principles. Okay, അപ്പോൾ ambitions നോക്കിയാൽ കാർബൺ ഇൻറ്റൻസിറ്റി ഷിപ്പുകളുടെ കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാർബൺ ഇൻറ്റൻസിറ്റി ഫോർ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ടു ഡിക്ലൈൻ, അതും കുറയും. റെഡ്യൂസ് CO2 എമിഷൻ പെർ ട്രാൻസ്പോർട്ട് വർക്ക് ആസ് ആവറേജ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബൈ അറ്റ്ലീസ്റ്റ് 40% കുറയ്ക്കാം. 2018 കമ്പയർ ചെയ്ത് 30 എത്തുമ്പോൾ 40% കുറവുണ്ടാകണം. അപ്ടേക്ക് ഓഫ് നിയർ സീറോ GHG എമിഷൻ ടെക്നോളജികൾ ഇതിനകത്ത് നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, ഫ്യൂവൽസ് ആൻഡ് ഓർ എനർജി സോഴ്സസ് ടു റെപ്രസെൻറ്റ് അറ്റ്ലീസ്റ്റ് 5% സ്ട്രൈവിംഗ് ഓർ 10% ഓഫ് ദ എനർജി യൂസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബൈ 2030. ചോദ്യത്തിന് സാധ്യത കുറവാണ്, ഞാൻ വായിച്ചു വിടുകയാണ്. Peak greenhouse gas emissions from international shipping as soon as possible and to reach net zero greenhouse gas emissions around or close to 2030. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2050 വരെ ഈ പറയുന്ന IMOയുടെ സ്ട്രാറ്റജി അനുസരിച്ച് 2050 എത്തുമ്പോഴത്തേക്ക് നെറ്റ് സീറോ ഗ്രീൻ ഹൗസ് എമിഷൻസിലേക്ക് ഈ ഷിപ്പിംഗ് എത്തണം. ഓക്കെ, ഇതൊന്ന് നോക്കി പോവാം. ഓക്കെ, ടേക്ക് 1 minute ആൻഡ് റൈറ്റ് ഡൗൺ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബ്രീഫ്. ഓക്കെ, ഇപ്പോൾ ബേസിക് ബ്രീഫുകൾ ഒന്ന് എഴുതിയെടുത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദ 2023 IMO ഗ്രീൻ ഹൗസ് ഗ്യാസ് സ്ട്രാറ്റജി ഓൾസോ ഇൻട്രൊഡ്യൂസ് ഇൻഡിക്കേറ്റീവ് ചെക്ക് പോയിൻറ്റ്സ് ടു റീച്ച് ദ ഗ്രീൻ ഹൗസ് എമിഷൻസ് ടാർഗറ്റ്സ്. ഓക്കെ, റെഡ്യൂസിങ് GHG എമിഷൻസ് ഫ്രം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബൈ 20%, സ്ട്രൈവിംഗ് ഫോർ 30% ബൈ 2030 ഫ്രം 2008 ആൻഡ് 70%, സ്ട്രൈവിംഗ് ഫോർ 80 ബൈ 40% ഫ്രം 2008. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന 80%, പക്ഷേ 70% എത്തണം. ആഗ്രഹിക്കുന്ന 20%, ആഗ്രഹിക്കുന്ന 30%, പക്ഷേ 20%-ലെങ്കിലും എത്തണം. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഓക്കെ, ഇനി വേൾഡ് മിറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്, കണ്ടറിയാം. ഓക്കെ, ഇറ്റ് ഈസ് എൻ അതോറിറ്റി വോയിസ് ഓൺ ബിഹേവിയർ ഓൺ എർത്ത്സ് അറ്റ്മോസ്ഫിയർ, മിറ്റിയോറോളജി. ഓക്കെ, ക്ലൈമറ്റ്. ഓക്കെ, വെദർ. ഇറ്റ് ഈസ് ഇൻട്രാക്ഷൻ വിത്ത് ഓഷ്യൻസ്, ക്ലൈമറ്റ്, ഓഷ്യൻസ്, ദ ക്ലൈമറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് റിസൾട്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഇതൊരു ചെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പഠിക്കുക,
അതെങ്ങനെ ഓഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇത് കാരണം ക്ലൈമറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു, ക്ലൈമറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് വാട്ടർ റിസോഴ്സസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയിനാണ്. ഹെഡ് ക്വാർട്ടർ ജനീവയിലാണ്, ഒറിജിനേറ്റഡ് ഫ്രം ദ ഇൻ്റർനാഷണൽ മിറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ. IMOയിൽ നിന്നാണ് WMO ഒറിജിനേറ്റ് ചെയ്തത്, വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ 1873. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950 ആൻഡ് ബിക്കം സ്പെഷ്യൽ ഏജൻസി. 51 സ്പെഷ്യൽ ഏജൻസി ആയത് ഫോർ മിറ്റിയോറോളജി, വെതറിനും ക്ലൈമറ്റും. അപ്പോൾ മിറ്റിയോറോളജി, വെതർ ആൻഡ് ക്ലൈമറ്റ് ഓർത്തിരിക്കുക, ഈ കീവേഡ് ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ WMO. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഏജൻസികളും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല, ചില ഏജൻസികൾ എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഇറ്റ് ഇസ് കറൻ്റ്ലി ഓപ്പറേറ്റിംഗ് അണ്ടർ ദ HCs ഓഫ് എക്കോസോക്ക്. ഇതും എക്കോസോക്കിൻ്റെ അണ്ടർ. എക്കോസോക്കിൻ്റെ അണ്ടറിൽ കുറേ അധികം ഏജൻസികളുണ്ട്. ഓക്കെ, ഇനി WMO പറയുന്ന ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവുന്നു. ഇതും ചോദ്യമായിട്ട് വരാം. എന്താണ് ഈ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ? 91-2020 ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ temperature anomaly is to be predicted more than 3 times as large as global mean anomaly when average over the next 5 northern hemisphere extended with winters. അപ്പോൾ അനോമലിയുടെ ഒരു അളവ് വളരെയധികം കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചർ അനോമലിയുടെ. ഓക്കെ, ഇനി നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല, അതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്താണ്? ഫിനോമിനൻ ഇൻ വിച്ച് ഹ്യൂമൻ കോസ് ഗ്ലോബൽ വാർമിംഗ്. എല്ലായിടത്തും ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സാധാരണ ഏരിയകളുടെ ഇരട്ടി ഇത് പോൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇതുപോലെ ആന്ത്രോപ്പോജനിക് ആക്ടിവിറ്റീസ് സാധാരണ സ്ഥലത്തെ എഫക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഇരട്ടി പോളുകളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോസിങ് ടു ആർട്ടിക് ടു വാം മോർ ക്വിക്ലി ദാൻ ദ റെസ്റ്റ് ഓഫ് ഗ്ലോബ്. ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് ആർട്ടിക് കൂടുതൽ ചൂടാവുന്നത് ആണ് ഈ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് ദ വാർമിംഗ് റെഡ്യൂസസ് സ്നോ ആൻഡ് ഐസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എൻഹാൻസ് വാർമിംഗ്. ഹൈ ലാറ്റിറ്റ്യൂഡ്സ് വാർമിംഗ് കൂടാൻ കുറേ കാരണങ്ങളുണ്ട്. ഒരെണ്ണം, വാർമിംഗ് കാരണം സ്നോവും ഐസും കുറയും. അതർവൈസ് സാധാരണ കേസിൽ അതെന്ത് ചെയ്യും? സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ തിരിച്ചടിക്കും. ഇതിനെയാണ് ആൽബിഡോ എഫക്റ്റ് വന്നത്. വെള്ള കളറിന് ആൽബിഡോ എഫക്റ്റ് ഉണ്ട്. അപ്പം മഞ്ഞുരുകി കഴിഞ്ഞാൽ ആൽബിഡോ കുറയും. ഓക്കെ, ആർട്ടിക് ടെമ്പറേച്ചേഴ്സ് ഹാവ് റിസൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് ഫാസ്റ്റ് ആസ് ഗ്ലോബൽ ടെമ്പറേച്ചർ. അപ്പം സാധാരണ നമ്മൾ ജനറലി മൊത്തം ഗ്ലോബിൻ്റെ ടെമ്പറേച്ചർ റൈസ് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ടെമ്പറേച്ചർ റൈസ് വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ, പോസിബിളി ഫാസ്റ്റർ. ഓക്കെ, 2000-ന് ശേഷം ഇത് ആംപ്ലിഫൈഡ് ആയിരുന്നു. ഇതിനെയാണ് നമ്മൾ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നോക്കാം. ഇത് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവർണൻസ് ഓഫ് ദ കൺവെൻഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ സിവിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ഇത് റിലേറ്റഡ് ആയി കൺവെൻഷൻ്റെ പേരാണ് ഷിക്കാഗോ കൺവെൻഷൻ. ഓർത്തിരിക്കുക, ഷിക്കാഗോ കൺവെൻഷൻ ഏവിയേഷൻ റിലേറ്റഡ് ആണ്. 44 ഹെഡ് ക്വാർട്ടേഡായി മോൺട്രിയൽ, കാനഡ മോൺട്രിയലിലാണ് ഇത് ഹെഡ് ക്വാർട്ടേഡ് ആവുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ് വർക്ക്സ് വിത്ത് 192 മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് കൺവെൻഷൻ ആൻഡ് അതർ ഇൻഡസ്ട്രി ഗ്രൂപ്പ്സ് ടു കം ടു കൺസെൻസസ് ഓൺ മെമ്പർ സ്റ്റേറ്റ്സ്. International civil aviation standards and recommendation practices and policies to ensure safe, efficient, secure and economically sustainable, environmental responsible civil aviation. ഇതൊക്കെ ജനറലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ചോദ്യം വന്നാൽ ഇതായിരിക്കാം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സേഫ്റ്റി ആണെങ്കിലും എൻവയോൺമെൻറ്റ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും സസ്റ്റൈനബിലിറ്റി ആണ്, ഇങ്ങനെയുള്ള വാക്കൊക്കെ മിക്ക ഓർഗനൈസേഷൻ്റെ മാൻഡേറ്റിലുണ്ടാവും. ഇറ്റ് ഓൾസോ അസിസ്റ്റ് മെമ്പർ സ്റ്റേറ്റ്സ് ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ് ടുവേർഡ്സ് വേരിയസ് ഏവിയേഷൻ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഇനി കാർബൺ ഓഫ് സെറ്റിംഗ് ആൻഡ് റിഡക്ഷൻ സ്കീം ഫോർ ഇൻ്റർനാഷണൽ ഏവിയേഷൻ, കോറിസ. ഇത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എടുത്തപ്പോൾ ഓൾറെഡി വി ഹാവ് കവേർഡ് ദിസ്. ഓക്കെ, ഇനിയും അടുത്തത് UNDP. ഇനിയും UNDP ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാണ്, പക്ഷേ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് നെറ്റ്വർക്ക്, ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ന്യൂയോർക്കിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് മൾട്ടിലാറ്ററൽ സോഴ്സ് ഫോർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഇൻ വേൾഡ്. അപ്പം ലോകത്ത് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സോഴ്സ് UNDP ആണ്. ഇറ്റ് ഈസ് ഫണ്ടഡ് എൻറ്റയർലി ബൈ വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം മെമ്പേഴ്സ്. ഓക്കെ, സ്റ്റാറ്റസ് എന്താണ് യുഎൻ്റെ അകത്ത്? ആൻ എക്സിക്യൂട്ടീവ് ബോർഡ് വിത്തിൻ ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി. ദ UNDP അഡ്മിനിസ്ട്രേറ്റർ ഇസ് ദ തേർഡ് ഹയസ്റ്റ് റാങ്കിങ് ഒഫീഷ്യൽ ഇൻ UN ആഫ്റ്റർ UN സെക്രട്ടറി ജനറൽ ആൻഡ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ. അപ്പം വാറണ്ട് ഓഫ് പ്രസിഡൻസിൽ ഈ പറയുന്ന UNDPയുടെ അഡ്മിനിസ്ട്രേറ്റർ 3ാമത്തെ റാങ്ക് വരും. ഫങ്ഷൻസ് എന്താണ്? ഗവൺമെൻറ്റുകളെയും ലോക്കൽ കമ്മ്യൂണിറ്റികളെയും ഗ്ലോബൽ ആൻഡ് നാഷണൽ ചാലഞ്ചുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുക, അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക, ഡെവലപ്മെൻറ്റ് ചാലഞ്ചുകളിൽ അവരെ ഉപദേശിക്കുക, ഓക്കെ, അവരെ സഹായിക്കുക. ഇറ്റ് ഹാസ് ഓഫീസസ് ആൻഡ് സ്റ്റാഫ് അറൗണ്ട് 150 കൺട്രീസിനോട് ഉണ്ട്. ഈ കോർഡിനേറ്റ്സ് വേരിയസ് ഗ്ലോബൽ ആൻഡ് നാഷണൽ ലെവൽസ് ടു അച്ചീവ് ഗോൾസ് ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്. ഓക്കെ, UNDP ഒരു 5 ചാലഞ്ചുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഓർത്തിരിക്കണം, UNDP ഫോക്കസ് ചെയ്യുന്ന 5 ചാലഞ്ചുകൾ. ഡെമോക്രാറ്റിക് ഗവർണൻസ് കൊണ്ടുവരിക, പോവർട്ടി കുറയ്ക്കുക,
ക്രൈസിസ് പ്രിവെൻഷൻ ആൻഡ് റിക്കവറി. ക്രൈസിസ് ഇപ്പോൾ ഒരു യുദ്ധം വന്നാൽ അതൊരു ക്രൈസിസ് ആണ്, അതിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു നാച്ചുറൽ ഒരു കലാമിറ്റി വന്നാൽ അതൊരു ക്രൈസിസ് ആണ്, അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. പിന്നെ എൻവയോൺമെൻറ്റും എനർജി, എസ്പെഷ്യലി HIV ആൻഡ് AIDS, ഒരു തീം തന്നെ ഈ രോഗത്തിനാണ് കൊടുത്തേക്കുന്നത്. It helps country to prevent further spreading and reducing the impact of HIV and AIDS. UNDP also encourage protection of human rights, empowerment of women. ഓർത്തിരിക്കുക, വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. Towards achieving its aims and objective, UNDP has been annually publishing Human Development Report. Extremely important. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? UNDP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിപ്പോർട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, 2023-24 ഈ റിപ്പോർട്ട്, ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ? The global HDA are projected to exceed their pre-2019 value. Despite reaching the new high, it will still be below trend. ഇന്ത്യയുടെ HDA സ്കോർ 0.644 ആണ്. 2022 134ാമത്തെ റാങ്ക് ആയിരുന്നു 193. ഓക്കെ, 90-ൽ ഇത് 0.434 ആയിരുന്നു. നമ്മൾ പോസിറ്റീവ് ചേഞ്ച് ആണ് കാണിക്കുന്നത്, 48% പോസിറ്റീവ് ചേഞ്ച് ആണ്. ഈ 134 ഔട്ട് ഓഫ് 193 എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ പെട്ടെന്നൊരു സ്ലൈഡ് സ്കിപ്പായിപ്പോയി. ഈ UN റിപ്പോർട്ടില്ലേ, UNDPയുടെ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഇതിനകത്ത് 3 പാരാമീറ്റേഴ്സാണുള്ളത്. ഓക്കെ, ഒന്ന് ഹെൽത്തിനെ ഇവരെന്ത് പറയും? ഇവർ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് എന്ന് പറയും. പിന്നെ എഡ്യൂക്കേഷൻ നമുക്ക് ആക്സസ് ടു നോളജ് എന്നും പറയാം. അത് കഴിഞ്ഞ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ 3 എണ്ണമാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ്. ഇതിനെ ഇവർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഹെൽത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ഇവർ എടുക്കുന്ന പാരാമീറ്റർ എന്താണ്? ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഇതാണ് ഇവർ ഹെൽത്തിൻ്റെ ഒരു പൊസിഷൻ അറിയാൻ ഉപയോഗിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ പൊസിഷൻ അറിയാൻ ഈ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അറിയാൻ ഇവരെന്താ ഉപയോഗിക്കുന്നത്? ഗ്രോസ് നാഷണൽ ഇൻകം. അപ്പോൾ ഇത് 3 ഇതിൻ്റെ മെയിൻ പാരാമീറ്റേഴ്സും ഇത് അറിയാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ്, ഓർത്തിരിക്കുക. അപ്പോൾ ഹെൽത്തും എഡ്യൂക്കേഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇതിൻ്റെ കോമ്പോണൻസ്. ഈ കോമ്പോണൻസ് പല പാരാമീറ്റർ വെച്ചാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഹെൽത്തിനെ ഈ ലൈഫ് എക്സ്പെൻസി അറ്റ് ബർത്ത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോമ്പോണൻറ്റിനെ നമ്മൾ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ കോമ്പോണൻറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ പാരാമീറ്റർ അനുസരിച്ചാണ്. ഇത് ഓർത്തിരിക്കുക, ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഈ പാരാമീറ്റേഴ്സും ബേസിക് കോമ്പോണൻസും. The report also calculates gender inequality index, which can be interpreted as the loss in human development due to inequality between female and male achievements. അപ്പോൾ ജെൻഡർ ഇനീക്വാളിറ്റി റിപ്പോർട്ടും ഇവർ തന്നെ, ഇൻഡെക്സും ഇവർ തന്നെ ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഈക്വലായിട്ട് അച്ചീവ്മെൻറ്റ്സും ഓപ്പർച്യൂണിറ്റീസും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ, സ്ത്രീയെ നമ്മൾ പുറത്തോട്ട് വിട്ടില്ല, അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, റിയലി വി ആർ ഫേസിങ് ലോസ്. ഈ ലോസിനെ പറ്റിയും ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ് പറയാറുണ്ട്. ഓക്കെ, ഇനിയും അവസാനത്തത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്. ഇതിന് നേരത്തെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ് ഗോളുകളെ ഫുൾഫിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇറ്റ് സെർവ്സ് ആറ്റ് ഹൈ ലെവൽ ഫോറം ഫോർ ജോയിൻറ്റ് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. 32 യൂണിയൻ ഫണ്ടുകളെയും പ്രോഗ്രാമുകളെയും ഏജൻസികളെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഓഫീസുകളെയും ഇത് എന്ത് ചെയ്യും? കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, UNSDGയുടെ എൻറ്റിറ്റീസ് FAO ആണെങ്കിലും ILO ആണെങ്കിലും UNDEC ആണെങ്കിലും UN ഹാബിറ്റാറ്റ് ആണെങ്കിലും UNAIDS ആണെങ്കിലും UNDP ആണെങ്കിലും UNEP, UNESCO, UNICEF, UNRWA, വേൾഡ് ഫുഡ് പ്രോഗ്രാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പിന്നെ WMO. ഓക്കെ, ഇത് ഏതാണെങ്കിലും, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്താണെങ്കിലും ഇതെല്ലാം UNSDGയുടെ എൻറ്റിറ്റീസാണ്. അതുകൊണ്ടാണ് UNDCG പല തവണ ഞാൻ ഈ ക്ലാസ്സിൽ പരാമർശിച്ചത്. അപ്പോൾ നമ്മൾ മേജർ കുറേ അധികം ഒരു 70% UN ഏജൻസീസ് വി ഹാവ് കംപ്ലീറ്റ്. അപ്പം UNൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ 70% അതർ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റുഡൻസ്, അപ്പം നമ്മൾ UNൻ്റെ പ്രിൻസിപ്പൽ ബോഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ അധികം സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും അസോസിയേറ്റഡ് ബോഡീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UN തന്നെ നിൽക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് ദ സീസ്, അല്ലെങ്കിൽ UNCLOS. അപ്പോൾ നിങ്ങൾ സീന്ന് കേട്ടാലും ഓഷൻ എന്ന് കേട്ടാലും ആ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓർഗൻ ഇത് തന്നെയാണ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് ദ സീസ്. ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ?
It lays out comprehensive regime of law and order in world's oceans and seas. ഈ രണ്ട് കീവേഡ് ഓർക്കുക, ഓഷ്യൻസ് ആൻഡ് സീസ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന മേജർ ഓർഗൻ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ലോസ് ആൻഡ് ഓഫ് ദ സീസ്. ഓക്കെ, ഇറ്റ് എസ്റ്റാബ്ലിഷ് റൂൾസ് ഗവേണിംഗ് ഓൾ യൂസസ് ഓഫ് ഓഷ്യൻസ് ആൻഡ് ദ റിസോഴ്സസ്, ഓഷ്യനും അതിൻ്റെ റിസോഴ്സസും. It enshrines the notion that all problems of the ocean space are closely interrelated and need to be addressed as a whole. Okay, it is a convention that was result of the third UN conference of the laws of seas. അപ്പം third UN conference on the law of seas, UNCLOS 3-ലാണ് ഇത് ആദ്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ചർച്ച വരുന്നത്. ഓക്കെ, വിച്ച് എൻഡഡ് ഇൻ 1982. ഇത് ശരിക്കും ഫോഴ്സിൽ വന്നത് എപ്പോഴാണ്? ഇൻ ദ ഇയർ 1994. അപ്പോൾ കൺസീവ് ചെയ്ത വർഷം 1982ഉം ഫോഴ്സിൽ വന്ന വർഷം 1994ഉമാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു രാജ്യം ഇത് റാറ്റിഫൈ ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്തപ്പോഴാണ് ഈ കൺവെൻഷൻ വരുന്നത്. ഗയാനയാണ് അവസാനമായിട്ട് ഇത് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ 1994 ഇത് റാറ്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ സൈൻ ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ, ഇറ്റ് ഡിഫൈൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ യൂസ് ഓഫ് വേൾഡ് ഓഷൻ. ഇപ്പം നമ്മുടെ രാജ്യമാണെങ്കിലും ചൈനയാണെങ്കിലും നമ്മൾ സീൽ എക്സ്പ്ലോറേഷൻ നടത്തും, സീലിട്ട് കൂടെ നമ്മൾ ട്രാൻസിറ്റ് ചെയ്യും. ഇതിൻ്റെ എല്ലാം റൂൾസും റെഗുലേഷൻസും നിശ്ചയിക്കുന്നത് UNCLOS ആണ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഗൈഡ് ലൈൻസ് ഫോർ ബിസിനസ്, ദ എൻവയോൺമെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മറൈൻ നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ ഇത് ഓർത്തിരിക്കുക, മറൈൻ നാച്ചുറൽ റിസോഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നതും നമ്മുടെ UNCLOS ആണ്. പിന്നെ ഇറ്റ് സെറ്റ്സ് ദ ബേസിക് റൂൾസ് പ്രിൻസിപ്പിൾസ് ഫോർ നാവിഗേഷൻ, ട്രാൻസിറ്റ്, ആർച്ചിപ്പലാഗിക് സ്റ്റാറ്റസ്. ആർച്ചിപ്പലാഗോ എന്ന് പറഞ്ഞാൽ, ആർച്ചിപ്പലാഗോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറേ അധികം ഐലൻഡ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ വാട്ടർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് UNCLOS ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ കാര്യങ്ങൾ, കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ ജൂറിസ്ട്രിക്ഷൻ, സീബെഡ് മൈനിങ്ങിൻ്റെ കാര്യം, എക്സ്പ്ലോയിറ്റേഷൻ റെജീം, മറൈൻ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ, സയൻറ്റിഫിക് റിസർച്ചിൻ്റെ നടത്തൽ, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്, ഇതിൻ്റെ എല്ലാം റൂൾസും പ്രിൻസിപ്പിൾസും സെറ്റ് ചെയ്യുന്നത് UNCLOS തന്നെയാണ്. ഓക്കെ, ഇനി UNCLOS പല ഭാഗങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പല പാർട്ടായിട്ട്. അതിലാദ്യം വരുന്നത് ഇൻറ്റേർണൽ വാട്ടേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻറ്റേർണൽ വാട്ടേഴ്സ്, ഫസ്റ്റ് പാർട്ട്. ലെറ്റ് മീ ചേഞ്ച് ദ ഇങ്ക് കളർ സോ ദാറ്റ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ വാട്ടേഴ്സ്. ദിസ് ഈസ് യുവർ ഇൻറ്റേർണൽ വാട്ടേഴ്സ്. ഓക്കെ, കവേഴ്സ് ഓൾ വാട്ടർ ആൻഡ് വാട്ടർ വേസ് ഓൺ ദ ലാൻഡ്വേർഡ് സൈഡ് ഓഫ് ദ ബേസ് ലൈൻ. ഇതാണ് നിങ്ങളുടെ ബേസ് ലൈൻ. ഓക്കെ, കടലിൽ നിന്ന് നിങ്ങളെ തിരിക്കുന്ന ഈ ബേസ് ലൈൻ. അപ്പോൾ ബേസ് ലൈൻ്റെ ഇപ്പുറത്തേക്ക് ലാൻഡിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഈ വാട്ടർ, ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ കോസ്റ്റൽ സ്റ്റേറ്റ് ഇസ് ഫ്രീ ടു സെറ്റ് ലോസ്, റെഗുലേറ്റ് യൂസ് ആൻഡ് യൂസ് എനി റിസോഴ്സസ്. ഫോറിൻ വെസൽസിന് ഇവിടെ കൂടെ പോകാനുള്ള അധികാരമില്ല. അതായത് നമ്മുടെ ഇൻറ്റേർണൽ വാട്ടേഴ്സിൽ കൂടെ ഒരു വേറെ രാജ്യത്തിൻ്റെ ഷിപ്പിനും പോകാനുള്ള അധികാരമില്ല. ക്ലിയർ? ഇനിയും ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ടെറിട്ടോറിയൽ വാട്ടർ എന്താണ്? ഇറ്റ് ഈസ് 12 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ സീ ബേസ് ലൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ബേസ് ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ബേസ് ലൈൻ തൊട്ട് പിന്നീട് വരുന്ന 12 നോട്ടിക്കൽ മൈൽസിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ സോവറിൻ ടെറിട്ടറി ഓഫ് കോസ്റ്റൽ സ്റ്റേറ്റ്. കോസ്റ്റൽ സ്റ്റേറ്റിനാണ് ഇതിൻ്റെ മുകളിലുള്ള ജൂറിസ്ഡിക്ഷൻ. എയർ സ്പേസ് ഈസ് അണ്ടർ ദ നാഷണൽ ജൂറിസ്ഡിക്ഷൻ. എയർ സ്പേസ് നാഷണൽ ജൂറിസ്ഡിക്ഷൻ അണ്ടറിലാണ്, ബട്ട് ദർ ഇസ് സം റെസ്ട്രിക്ഷൻസ്. ഫോറിൻ ഷിപ്പുകൾ ഇവിടെ വരാം, ദേ ആർ അലൗഡ് ടു ഡു ഇന്നസെൻറ്റ് പാസേജ്. ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ വാട്ടേഴ്സിൽ ഫോറിൻ ഷിപ്സിന് വരാൻ പറ്റില്ല, പക്ഷേ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ഇവർക്ക് വരാം. പക്ഷേ എന്തിനു വേണ്ടി മാത്രം? ഇന്നസെൻറ്റ് യൂസേജിന് വേണ്ടി മാത്രം. അതായത് മിലിറ്ററി വെസൽസും അല്ലെങ്കിൽ മിലിറ്ററി കാർഗോ ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പൈയിങ്ങിനോ ഇതിനൊന്നും ഈ സ്ഥലം ഉപയോഗിച്ചുകൂടാ. ഓക്കെ, സോ ഫോറിൻ ഷിപ്സ് ഓർ സിവിലിയൻസ് ആർ അലൗഡ് ഇന്നസെൻറ്റ് പാസേജ് ത്രൂ ഇറ്റ് ഓർ ട്രാൻസിറ്റ് പാസേജ് ഈവൻ ഫോർ ഫോറിൻ വെസൽസ് ആൻഡ് എയർക്രാഫ്റ്റ് ത്രൂ ദ സ്ട്രേറ്റ്സ്. അപ്പോൾ ഈ വഴി കൂടെ പോവാം ഇവർക്ക്, പക്ഷേ ഇന്നസെൻറ്റ് പാസേജ് ആയിരിക്കണം. ഇനി കോണ്ടിഗ്യസ് സോൺ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇൻറ്റേർണൽ വാട്ടേഴ്സ് പഠിച്ചു. ഇൻറ്റേർണൽ വാട്ടേഴ്സ് കഴിഞ്ഞു, ബേസ് ലൈൻ വരെയുള്ളതാണ് ഇൻറ്റേർണൽ വാട്ടേഴ്സ്. ബേസ് ലൈൻ കഴിഞ്ഞുള്ള 12 നോട്ടിക്കൽ മൈൽസ് ടെറിട്ടോറിയൽ വാട്ടർ. ഇനി ടെറിട്ടോറിയൽ വാട്ടറിൻ്റെ ബോർഡർ കഴിഞ്ഞ് അടുത്ത 12 നോട്ടിക്കൽ മൈലിലാണ് എന്ത്? കോണ്ടിഗ്യസ് സോൺ.
അപ്പോൾ കോണ്ടിഗസ് സോണിൻ്റെ എൻഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻഡിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 24 നോട്ടിക്കൽ മൈൽസ്. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ടത് ടെറിട്ടോറിയൽ വാട്ടറിൻ്റെ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് വരുന്ന 12 നോട്ടിക്കൽ മൈൽ, ഇതാണ് കോണ്ടിഗസ് സോൺ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാലോ 12 + 12 24 ആവും. ഒക്കെ ചില ബുക്കുകളിൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ദിസ് ഇസ് ദ കോണ്ടിഗസ് സോൺ. സ്റ്റേറ്റ് ക്യാൻ കണ്ടിന്യൂ ടു എൻഫോഴ്സ് ലോ. പല കാര്യങ്ങളും സ്റ്റേറ്റിൻ്റെ ലോ ബാധകമാവും. കസ്റ്റംസ് ആണെങ്കിലും ടാക്സേഷൻ ആണെങ്കിലും ഇമിഗ്രേഷൻ ആണെങ്കിലും പൊല്യൂഷൻ ആണെങ്കിലും. ഇഫ് ദ ഇൻഫ്രിഞ്ച്മെൻറ്റ് സ്റ്റാർട്ടഡ് വിത്തിൻ ദ ടെറിട്ടറി ഓർ ടെറിട്ടോറിയൽ വാട്ടർ ഓർ ഇഫ് ദ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഈസ് എബൌട്ട് ടു ഒക്കർ വിത്തിൻ ദ സ്റ്റേറ്റ്സ് ടെറിട്ടറി ഓർ ടെറിട്ടോറിയൽ വാട്ടർ. അതായത് നമ്മളിപ്പം ടെറിട്ടോറിയൽ വാട്ടറിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് നമ്മൾ കോണ്ടിഗസ് സോണിലേക്ക് പോയി, നമ്മളെ അവിടെ വെച്ച് പിടിക്കാനും പണിഷ് ചെയ്യാനും കുറ്റം ചുമത്താനും എല്ലാം നമ്മുടെ ഫോഴ്സസിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തിനെ പലപ്പോഴും സോൺ ഓഫ് ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറയും. കാരണം എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ട് ടെറിട്ടോറിയൽ വാട്ടറിൽ നിന്ന് കോണ്ടിഗസ് സോണിലേക്ക് ഓടും, അവിടെ ഇട്ട് നമ്മളിവരെ പിടിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. ഇതെങ്ങനെയാണെന്ന് സ്റ്റുഡൻസ് നോക്കുന്നത്? 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ ബേസ് ലൈനിൽ നിന്ന് ടോട്ടൽ 200 നോട്ടിക്കൽ മൈൽ. അപ്പോൾ നമ്മുടെ ടെറിട്ടോറിയൽ സീയും കോണ്ടിഗസ് സോണും എല്ലാം ഇതിനകത്ത് വിടും. അപ്പോൾ ടോട്ടൽ 200 നോട്ടിക്കൽ മൈൽ. ബേസ് ലൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ടോട്ടൽ 200 നോട്ടിക്കൽ മൈൽസ്. ഓക്കെ, കോസ്റ്റൽ നേഷൻ ഹാസ് സോൾ എക്സ്പ്ലോയിറ്റേഷൻ റൈറ്റ് ഓവർ ഓൾ നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ബേസ് ലൈൻ തൊട്ട് ഈ 200 നോട്ടിക്കൽ മൈൽ വരെ ഈ ഏരിയ മൊത്തം കോസ്റ്റൽ സ്റ്റേറ്റിന് മാത്രമാണ് ഇവിടുത്തെ റിസോഴ്സ് എടുക്കാനുള്ള അധികാരം. ഫോറിൻ നേഷൻസ് മേ ഹാവ് ദ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആൻഡ് ഓവർഫ്ലൈറ്റ്. അവരുടെ ഫ്ലൈറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കാനും ഈ വഴി നാവിഗേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സബ്ജക്റ്റ് ടു റെഗുലേഷൻ ഓഫ് കോസ്റ്റൽ സ്റ്റേറ്റ്. കോസ്റ്റൽ സ്റ്റേറ്റിന് ഇവിടെ കൂടുതൽ അധികാരങ്ങളുണ്ട്. ഫോറിൻ സ്റ്റേറ്റിന് ഇവിടെ എന്ത് ചെയ്യാം? സബ്മറൈൻ പൈപ്പ്സും അല്ലെങ്കിൽ കേബിൾസും ഇടാം. അതായത് ഈ ചെറിയ ഭാഗത്ത് കോണ്ടിഗസ് സോൺ കഴിഞ്ഞുള്ള സ്ഥലത്ത് ഈ വരുന്ന ഈ ഭാഗത്ത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സബ്മറൈൻ പൈപ്പ്സും കേബിൾസും ഇടാം. ഇനി കോണ്ടിനെൻ്റൽ ഷെൽഫ്. ദ നാച്ചുറൽ പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലാൻഡ് ടെറിട്ടറി ടു കോണ്ടിനെൻ്റ് മാർജിൻസ് ഔട്ടർ എഡ്ജ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലാൻഡ് ഏരിയ ആണല്ലോ, ഇത് മൊത്തം നിങ്ങൾക്ക് കാണാം. ഇത് മൊത്തം ഒരു ലാൻഡ് ഏരിയ ആണ്. ഓക്കെ, ദിസ് ഇസ് ഓൾ ലാൻഡ്. വെള്ളത്തിൻ്റെ അടിയിൽ സബ്മേർജ്ഡ് ആണ്, പക്ഷേ ഈ എൻറ്റയർ ഏരിയ കണ്ടില്ലേ, ഇതൊരു പരിധി കഴിയുമ്പോൾ ഇത് എൻഡ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഓക്കെ ഓക്കെ ക്ലിയർ? ദിസ് ഇസ് യുവർ കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഇതിൻ്റെ എൻഡാണ് ഈ കോണ്ടിനെൻ്റൽ മാർജിൻ. Okay, coastal states have the right to harvest mineral and non-living material in the subsoil of the continental shelf to the exclusion of others. വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. Coastal states also have the exclusive right over the living resources attached to the continental shelf, but not creatures living in the water column beyond exclusive economic zone. Okay, clear? അപ്പോൾ കോസ്റ്റൽ സ്റ്റേറ്റിന് എന്തുണ്ട്? അവർക്ക് മാത്രമാണ് ഈ പറയുന്ന ലിവിങ് റിസോഴ്സസ് അറ്റാച്ച് ടു കോണ്ടിനെൻ്റൽ ഷെൽഫിൽ അധികാരമുള്ളൂ. പക്ഷേ ഈ ഈസിയിലെ വാട്ടർ കോളത്തിലുള്ളതിൽ അവർക്ക് മാത്രമല്ല എക്സ്ക്ലൂസീവ് റൈറ്റ്. ഓക്കെ, ഈസിലുള്ള ലിവിങ് ക്രീച്ചേഴ്സിൽ അവർക്ക് മാത്രമല്ല എക്സ്ക്ലൂസീവ് റൈറ്റ്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? അപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ഷെൽഫിനെ ചിലർ ഡിഫൈൻ ചെയ്തത് നാച്ചുറൽ പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലാൻഡ് ടെറിട്ടറി ടു ദ കോണ്ടിനെൻ്റൽസ് മാർജിൻസ് ഔട്ടർ എഡ്ജ് ഓർ 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ബേസ് ലൈൻ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ബേസ് ആണെന്ന് വെച്ചോ, ബേസ് ലൈൻ ആണെന്ന് വെച്ചോ. ഈ ബേസിൽ നിന്ന് നമ്മുടെ ഷെൽഫ് തുടങ്ങുന്നു ഈ മാർജിൻ വരെ, ഇതുവരെയാണ് ഷെൽഫ്. അപ്പോൾ ഇതൊന്നുമെങ്കിൽ 200 നോട്ടിക്കൽ മൈൽ. ഓക്കെ, ചില സ്റ്റേറ്റുകളുടെ ബൗണ്ടറി 200 അല്ലെങ്കിൽ ഈ ഷെൽഫ് 200 കൂടുതലും പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ 200 വരെ എത്തണം, ചിലരുടെ 200-ൽ പുറമേ പോകും, ഇതിനെക്കാട്ടി കൂടുതൽ പോകും. അപ്പോൾ ഇതാണ് കോണ്ടിനെൻ്റൽ മാർജിൻ. അപ്പോൾ നിങ്ങൾ ബേസ് ലൈനിൽ നിന്ന് ഇങ്ങനെ ഷെൽഫ് പോകുന്നു, ഇതാണ് കോണ്ടിനെൻ്റൽ മാർജിൻ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഫുള്ള് വെള്ളമാണ്. ഓക്കെ, ചില സ്റ്റേറ്റുകളുടെ കോസ്റ്റൽ സ്റ്റേറ്റുകളുടെ കോണ്ടിനെൻ്റൽ മാർജിൻ ഇവിടം വരെ ഉള്ളൂ. പക്ഷേ ചിലതിൻ്റെ 200 നോട്ടിക്കൽ മൈലിൻ്റെ മുകളിൽ പോകും. അതിന് സ്പെഷ്യൽ റൂൾസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതർ ലിമിറ്റ്സ് മെൻഷൻഡ് ഇൻ അൺക്ലോസ്. ആർച്ചിപ്പലാഗിക് വാട്ടേഴ്സിനെ പറ്റി പറയുന്നു. എ ബേസ് ലൈൻ ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ദ ഔട്ടർമോസ്റ്റ് പോയിന്റ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഐലൻഡ് സബ്ജക്ട് ടു ദീസ് പോയിന്റ്സ് ബീങ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു വൺ അനദർ. ഓൾ വാട്ടേഴ്സ് ഇൻസൈഡ് ദ ബേസ് ലൈൻ ആർ ഡെസിഗ്നേറ്റഡ് ആസ് ആർച്ചിപ്പലാഗിക് വാട്ടേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർച്ചിപ്പലാഗിക് വാട്ടേഴ്സ് എന്നാണ്. സ്റ്റേറ്റ് ഹാസ് സോവറിറ്റി ഓവർ ദീസ് വാട്ടേഴ്സ് ലൈക്ക് ഇന്റേണൽ വാട്ടേഴ്സ് ബട്ട് സബ്ജക്ട് ടു എക്സിസ്റ്റിംഗ് റൈറ്റ് ഇൻക്ലൂഡിംഗ് ട്രഡീഷണൽ ഫിഷിംഗ് റൈറ്റ്സ് ഓഫ് ദ immediately adjacent state.
ഫോറിൻ വെസൽസിന് ഇവിടെയും ഇന്നസെൻറ്റ് പാസേജിന് റൈറ്റ് ഉണ്ട് ത്രൂ ദീസ് ആർക്കിപെലാജിക് വാട്ടേഴ്സ് ലൈക്ക് യുവർ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇനി എക്സ്റ്റെൻഡഡ് കോണ്ടിനൽ ഷെൽഫ് എന്താണ്? അത് ഞാൻ പറഞ്ഞു. ചില സമയത്ത് ഈ കോണ്ടിനൽ ഷെൽഫ് 200 നോട്ടിക്കൽ മൈലിന് പുറത്ത് പോകും. ഇതിങ്ങനെ വന്നിട്ട് ഇത് 200 നോട്ടിക്കൽ മൈലിന് പുറത്ത് പോകും. പുറത്ത് പോകുമ്പോൾ ചില എക്സ്ട്രാ ഏരിയ വരും. Okay, when continental shelf extends beyond 200 nautical miles, a state is required by UNCLOS under Article 76 to make submission to the Commission on the limits of continental shelf, and it is accompanied by technical and scientific data to support the claim. കാരണം ഇവിടെ നമ്മുടെ ബേസ് ലൈൻ തുടങ്ങി, ബേസ് ലൈനിൽ നിന്ന് ഇങ്ങനെ പോയി ഇതിവിടം വരെ ഇത് 200 മുകളിലാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടെ സ്ഥലത്തിൽ അധികാരം വരത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ടെക്നിക്കലി പഠിക്കണം, എന്നിട്ടാണ് ഇവർ തീരുമാനം എടുക്കുക. ദ കമ്മീഷൻ അസസ് ദ ലിമിറ്റ് ആൻഡ് ഡേറ്റ സബ്മിറ്റഡ് ബൈ എ കോസ്റ്റൽ സ്റ്റേറ്റ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ. ഔട്ടർ ലിമിറ്റ്സ് ഓഫ് കോണ്ടിനൽ ഷെൽഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ദീസ് റെക്കമെൻഡേഷൻ ആർ ഫൈനൽ ആൻഡ് ബൈൻഡിങ്. അത് കഴിഞ്ഞ് അൺക്ലോസ് എടുക്കുന്ന തീരുമാനം ഫൈനലായിരിക്കും. ഓക്കെ, ഇനി അൺക്ലോസിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന 2 ബോഡികളുണ്ട്. ഇറ്റ്ലോസ് എന്താണ്? ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഓൺ ലോസ് ഓഫ് സീസ്. ഇറ്റ്ലോസ് ലോഗോ ആണ് ഇവിടെ കാണാവുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ മാൻഡേറ്റ് ഓഫ് 3rd UN കോൺഫറൻസ് ഓൺ ലോസ് ഓഫ് സീസ്. നേരത്തെ അൺക്ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ UN കൺവെൻഷൻ ഓൺ ദ ലോസ് ഓഫ് സീസ് സൈൻഡ് ഇൻ 1982. അൺക്ലോസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിൻ്റെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹാംബർഗ്, ജർമ്മനിയിലാണ്. ദ ട്രിബ്യൂണൽ ഹാസ് ദ പവർ ടു സെറ്റിൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പാർട്ടി സ്റ്റേറ്റ്സ് ഓഫ് അൺക്ലോസ്. അപ്പോൾ അൺക്ലോസിനകത്ത് പല മെമ്പേഴ്സും ഉണ്ടല്ലോ, പല കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഇത് സോൾവ് ചെയ്യുന്ന, ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ബോഡിയാണ് ഇറ്റ്ലോസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഓൺ ലോസ് ഓഫ് സീസ്. ഓക്കെ, ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 21 സർവിങ് ജഡ്ജസ് ഉണ്ടാവും, elected from among the persons enjoying the highest reputation for fairness, integrity and of recognized competence in the field of law of sea. അപ്പോൾ സീ ലോസിൽ പ്രാവീണ്യമുള്ള ആൾക്കാരെയാണ് ഈ ജഡ്ജസായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ഇതിൻ്റെ സിഗ്നേറ്ററി ആണെന്ന് ഓർക്കുക. ഇറ്റ്ലോസിൻ്റെ USA ഈ കൺവെൻഷൻ്റെ സിഗ്നേറ്ററി അല്ല, പഠിച്ചു വയ്ക്കുക. യു ഷുഡ് ബി ഏബിൾ ടു റിമെമ്പർ ദിസ്. ഇനി ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ഇതും അൺക്ലോസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പാർട്ട് 9 ഓഫ് ദ അൺക്ലോസ് പ്രൊവൈഡ്സ് ഫോർ എ റെജീം റിലേറ്റിംഗ് ടു മിനറൽസ് ഓൺ ദ സീബെഡ്സ് ഔട്ട്സൈഡ് എനി സ്റ്റേറ്റ്സ് ടെറിട്ടോറിയൽ വാട്ടർ ഓർ EZ. അപ്പോൾ നമ്മുടെ EZൻ്റെ പുറത്തോ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വാട്ടറിൻ്റെയൊക്കെ പുറത്തും മിനറൽസ് കാണും സീബെഡിൽ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പവറുള്ള ബോഡിയാണ് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി. ഓക്കെ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ആൻ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി to authorize seabed exploration and mining and collect and distribute the seabed mining royalty. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് ഈ പറയുന്ന എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൻ്റെ പുറത്ത് പോയി മൈനിങ് ചെയ്യണമെങ്കിൽ ഈ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ നിന്ന് പെർമിഷൻ വേണം. അത് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ മൈൻ ചെയ്യണമെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ട ഒരു റോയാലിറ്റി ഈ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ISA ഈസ് എ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ കിങ്സ്റ്റൺ, ജമൈക്ക. അപ്പോൾ ISA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി ജമൈക്കയിലാണ്, കിങ്സ്റ്റണിൽ. അതേസമയം നമ്മൾ ഇറ്റ്ലോസ് ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഓൺ ലോസ് ഓഫ് സീസ് എവിടെയാണ്? ജർമ്മനിയിലെ ഹാംബർഗിലാണ്. ഓക്കെ, ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു, ഇപ്പം നമ്മൾ പറയുന്നത് ISA ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഓർഗനൈസ്, റെഗുലേറ്റ്, കൺട്രോൾ ഓൾ മിനറൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഇൻ്റർനാഷണൽ സീബെഡ് ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് നാഷണൽ ജൂറിസ്ട്രിക്ഷൻ ആൻഡ് ഏരിയ അണ്ടർലൈങ് മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ഓഷൻ. ഓക്കെ, നമുക്കറിയാം നടുക്കടലാണ് ഏറ്റവും കൂടുതലുള്ളത്. In March 2024, India signed an application with ISA for rights to explore 2 vast tracts in the Indian Ocean seabed that are in part of jurisdiction. അപ്പോൾ നമ്മുടെ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ EECയുടെ ഒക്കെ പുറത്ത് പോയി നമ്മൾ മിനറൽസിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആരുടെ പെർമിഷനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്? ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ISA. ഓക്കെ, ഇനി ഒരു ചെറിയ കമ്മീഷൻ കൂടെ, കമ്മീഷൻ ഓൺ ദ ലിമിറ്റ്സ് ഓഫ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. Okay, the purpose of CLCS is to facilitate implementation of UNCLOS with respect to outer limit of continental shelf beyond 200. ഞാൻ പറഞ്ഞു ചില സ്റ്റേറ്റുകൾക്ക് അവരുടെ കോണ്ടിനെൻ്റൽ ഷെൽഫ് 200 നോട്ടിക്കൽ മൈലിൻ്റെ പുറത്ത് വരും ഫ്രം ദ ബേസ് ലൈൻ ഫ്രം വിച്ച് ദ ബ്രെഡ്ത്ത് ഓഫ് ദ ടെറിട്ടോറിയൽ സീ ഈസ് മെഷർഡ്.
Under the UNCLOS Convention, the coastal state shall establish outer limits of its continental shelf where it extends beyond 200 meters on the basis of recommendation of CLCS. ഇത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു കേട്ടോ. കമ്മീഷൻ ഷാൽ മേക്ക് റെക്കമെൻഡേഷൻ ടു ദ കോസ്റ്റൽ സ്റ്റേറ്റ്സ്. ഈ റെക്കമെൻഡേഷൻ കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ ബൈൻഡിങ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് റെക്കമെൻഡേഷൻ ആക്ഷൻ ഷാൽ നോട്ട് ബി പ്രജുഡൈസ് ദ മാറ്റർ റിലേറ്റിംഗ് ദ ഡിലിമിറ്റേഷൻ ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് വിത്ത് ഓപ്പോസിറ്റ് ഓർ അഡ്ജസൻറ്റ് കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഓർഗനൈസേഷനോടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക്, യുനിസ്കാപ്പ്. ഇതൊരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ പേരെന്താ? ഏഷ്യ പസഫിക് റീജിയൻ ഇസ് പ്രൊജക്റ്റഡ് ടു മിസ് 2030 ടാർഗറ്റ് ഫോർ അച്ചീവിങ് ദ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ബൈ 32 ഇയർ. യുൻസ്കാപ്പിൻ്റെ റിപ്പോർട്ട് നമ്മളിപ്പോഴെങ്കിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യില്ലെന്ന് പറയുകയാണ്. യുൻസ്കാപ്പ് ഇസ് വൺ ഓഫ് ദ 5 റീജിയണൽ കമ്മീഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. എയിം എന്താ? പ്രൊമോട്ട് കോപ്പറേഷൻ എമോങ് കൺട്രീസ് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ജനറൽ മാൻഡേറ്റ് ആണ്, എളുപ്പമാണ് പഠിക്കാൻ. ഹെഡ് ക്വാർട്ടർ ബാങ്കോക്കിലാണ്. ബാങ്കോക്ക് ഈസ് ഇൻ തായ്ലാൻഡ്. 53 മെമ്പർ സ്റ്റേറ്റുകളുണ്ട്, 9 അസോസിയേറ്റഡ് മെമ്പറുണ്ട്. മെമ്പർമാർ ആരാണെന്നൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ യുൻസ്കാപ്പ് നമ്മൾ ചെറുതായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്രൈം ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. ദാറ്റ് വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സ്റ്റുഡൻസ്, ഇനിയും നമുക്ക് കുറച്ച് റെഫ്യൂജി റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസ് നോക്കാം. നമ്മൾ UN ബോഡീസ് ആദ്യം പ്രിൻസിപ്പൽ ഓർഗൻസ് കവർ ചെയ്തു, പിന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബോഡീസ് എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ബോഡീസിട്ടുള്ളൂ. യു വിൽ ട്രൈ ടു ഫിനിഷ് ഇറ്റ് ഇൻ ദിസ് സെഷൻ. നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഞാൻ 3 or 4 സ്റ്റാർ മാർക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. It is the main intergovernmental body for human rights in United Nations system. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള UN-ൻ്റെ ഏറ്റവും പ്രീമിയർ ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, UNHRC. തിരിഞ്ഞു പോരുത്, വേറെ ഒരു ഓർഗനൈസേഷനുണ്ട് UNHCR. രണ്ടും രണ്ടാണ്. നമ്മളിവിടെ പഠിക്കുന്നത് ഇപ്പം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ്, UNHRC. Okay, it was established to promote effective coordination and mainstreaming of human rights in UN system. Okay, ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക് മാൻഡേറ്റ്. ഹ്യൂമൻ റൈറ്റ്സിനെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. Okay, it was created by United Nations General Assembly in 2006, exactly on March 15. It is a subsidiary body of General Assembly. General Assemblyയുടെ subsidiary ബോഡിയാണ് UNHRC, which makes it directly accountable to full membership of UN. അപ്പോൾ UN-ൻ്റെ എല്ലാ മെമ്പേഴ്സിനോടെ ഡയറക്റ്റ്ലി അക്കൗണ്ടബിൾ ആണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഓക്കെ, 2011 ജനറൽ അസംബ്ലി ഇറ്റ് ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആസ് എ സബ്സിഡറി ബോഡി. ഇപ്പോഴും ഇത് UNGAയുടെ സബ്സിഡറി ബോഡിയാണ്. And to consider again the question whether to maintain this status at an appropriate moment and at a time no sooner than 2021 and no later than 2026. അപ്പോൾ ഇതിങ്ങനെ തന്നെ പോകണോ വേണ്ടോ എന്നുള്ള തീരുമാനം 2021 അല്ലെങ്കിൽ 2026 ഇടയ്ക്കൊക്കെ ഇത് എടുക്കുന്നതായിരിക്കും. ഇത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, 2021 മുമ്പ് ഇത് നോക്കില്ല, അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ് പോയി. 2026 കഴിഞ്ഞിട്ടേ ഇനി എന്ത് ചെയ്യുള്ളൂ, ഇത് മിക്കവാറും ഇത് ഡിസൈഡ് ചെയ്യുള്ളൂ. ദിസ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു സബ്സിഡറി ബോഡിയാണ്, അത് അറിഞ്ഞിരിക്കുക. ഇനി അബൌട്ട് എലക്ഷൻ ഓഫ് UNHRC, കൗൺസിലിൽ 47 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ജനറലി കൺട്രീസ് ഗെറ്റ് എലക്റ്റഡ് അൺഒപ്പോസ്ഡ്. മെമ്പർഷിപ്പ് ഇസ് ഓപ്പൺ ടു ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. ഓർത്തിരിക്കുക, 47 മെമ്പർമാരാണ് ഉള്ളത്. ബട്ട് ഇഫ് വോട്ടിംഗ് ഈസ് റിക്വയർഡ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ സീക്രട്ട് ബാലറ്റ്. വോട്ടിംഗ് ആവശ്യം വരുവാണെങ്കിൽ സീക്രട്ട് ബാലറ്റ് കൊണ്ട് നടക്കും. മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ ജനറൽ അസംബ്ലി. ഞാൻ പറഞ്ഞു UNHRC എന്ന് കേൾക്കുമ്പോൾ അത് UN ജനറൽ അസംബ്ലിയുടെ ഒരു സബ്സിഡറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ? അപ്പം മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ ജനറൽ അസംബ്ലി ത്രൂ ഇൻഡിവിജ്വൽ ഓർ ഡയറക്റ്റ് വോട്ട്സ് ബൈ അബ്സല്യൂട്ട് മെജോറിറ്റി. അതായത് 97 വോട്ട് കിട്ടിയാൽ ജയിക്കും. ബാലറ്റ്സ് ആർ സീക്രട്ട്. നേരത്തെ പറഞ്ഞ് എലക്ഷൻസ് ആർ ഹെൽഡ് എവറി ഇയർ. എല്ലാ വർഷവും ഇലക്ഷൻ നടക്കും. ഓക്കെ, ക്ലിയർ? അപ്പം ഞാൻ പറഞ്ഞു നോർമലി ബാലറ്റിലാണ് ഇലക്ഷൻ നടക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സീക്രട്ട് ബാലറ്റ്. ഓക്കെ, എ കൺട്രി നീഡ്സ് മിനിമം 97 വോട്ട്സ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 97 വോട്ട് കിട്ടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എലക്റ്റഡ്. അപ്പോൾ ടോട്ടൽ 47 മെമ്പേഴ്സ്,
നോർമലി അൺഅപ്പോസ്ഡ് ആയിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇനി ഇലക്ഷൻ വേണ്ടി വന്നാൽ അത് സീക്രട്ട് ബാലറ്റിൽ കൂടാണ് നടക്കുന്നത്. ഓക്കെ, നോർമലി എലക്റ്റഡ് ആവുന്നത് അൺഅപ്പോസ്ഡ് ആണ്. ഇനി ഇലക്ഷൻ വേണ്ടി വരുവാണെങ്കിൽ അത് സീക്രട്ട് ബാലറ്റിൽ കൂടെ നടക്കുന്നത്. ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റിയാണ് വേണ്ടത്. 97 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇഫ് യു ഗെറ്റ് 97 വോട്ട്സ്, the country will be victorious and elected to the membership of UNHRC. ടേം ഓഫ് മെമ്പർഷിപ്പ്, ഓരോ മെമ്പറിനും 3 വർഷമാണ് ടേം ആൻഡ് ആർ നോട്ട് എലിജിബിൾ ഫോർ റീ ഇലക്ഷൻ ആഫ്റ്റർ സെർവിങ് 2 കൺസിക്യൂട്ടീവ് ടേംസ്. 3 വർഷമാണ് ഒറ്റ തവണ പോകാൻ. വേണമെങ്കിൽ അടുപ്പിച്ച് 3 വർഷം, അടുത്ത 3 വർഷം കൂടെ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഉടനെ റീ ഇലക്റ്റ് ആവാൻ പറ്റില്ല. സീറ്റുകൾ ജിയോഗ്രഫിക്കൽ ഒരു കാര്യം നോക്കിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് 13 സീറ്റുകൾ, ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യ പസഫിക്കിൽ നിന്ന് 13 എണ്ണം, ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് 6 എണ്ണം, ഓക്കെ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 8 എണ്ണം, ലാറ്റിൻ അമേരിക്കയും കരീബിയനോട് ചേർന്ന് 8 എണ്ണം, പിന്നെ വെസ്റ്റ് യൂറോപ്പിനും അതർ സ്റ്റേറ്റ്സോട് ചേർന്ന് 7 എണ്ണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 47 എണ്ണം. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. Okay, ഇനി what are the expectations of council members? When electing members of the council, member state are to take in account the contribution of candidates to promotion and protection of human rights and their voluntary pledges and commitment made in the regard. Important അല്ല, ഒന്ന് വായിച്ചു പോവുക. Upon election, new members commit themselves to cooperating with council and to uphold the highest standard of promotion and protection of human rights. General ആണ് ഇവർ എങ്ങനെയൊക്കെ പോയാലും ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. Can a member have its rights and privileges suspended in the council? ഒരു മെമ്പറിൻ്റെ റൈറ്റ്സും പ്രിവിലേജും ഏതെങ്കിലും സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ദ ജനറൽ അസംബ്ലി, കാരണം ഇത് ജനറൽ അസംബ്ലിയുടെ സബ്സിഡറി ബോഡിയാണ്, ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദ റൈറ്റ്സ് ഓഫ് എ മെമ്പർഷിപ്പ് ഇൻ കൗൺസിൽ ഓഫ് എനി മെമ്പർ ദാറ്റ് കമ്മിറ്റ്സ് ഗ്രോസ് ആൻഡ് സിസ്റ്റമാറ്റിക് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഒരു കൺട്രി വലുതായിട്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ ആ കേസിൽ ആ പറയുന്ന രാജ്യത്തിൻ്റെ ചില റൈറ്റ്സും പ്രിവിലേജസും UNGAക്ക് കട്ട് ചെയ്യാം. കാരണം UNGAയുടെ സബ്സിഡറി ബോഡിയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന UNHRC. ഓക്കെ, ദിസ് പ്രോസസ് റിക്വയർസ് 2/3 മെജോറിറ്റി വോട്ട് ബൈ ദ ജനറൽ അസംബ്ലി. ഇവരുടെ ഒരു രാജ്യത്തിൻ്റെ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേര് കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രിവിലേജസ് കട്ട് ചെയ്യണമെങ്കിൽ UN ജനറൽ അസംബ്ലിക്ക് വെറുതെ പറ്റത്തില്ല, 2/3 മെജോറിറ്റിക്ക് പറ്റും. ഇൻ ഏപ്രിൽ 2022 റഷ്യ വാസ് സസ്പെൻഡഡ് ഫ്രം UNHRC ബൈ UNGA. ഇതിന് കുറേ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. നമ്പർ ഓഫ് വർക്കിംഗ് ഗ്രൂപ്പ്സ് ഫംഗ്ഷൻ അണ്ടർ UNHRC ലൈക്ക് working group on arbitrary detention, working group on discrimination against women in law and practice, etc. Working group on arbitrary detention എന്താ? തെളിവൊന്നുമില്ലാതെ വെറുതെ നിങ്ങളെ പിടിച്ചകത്തിടുക. ഓക്കെ, ആർബിട്രറി ആയിട്ട്. Established in 1991 by former Commission on Human Rights as one of the special procedures created to monitor human right violation and is currently under the purview of UNHRC. ഈ arbitrary detention വർക്കിംഗ് ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഫങ്ഷനിങ് അണ്ടർ UNHRC. US എന്ത് ചെയ്തിട്ടുണ്ട്? UNHRCയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആണ്. US വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ UNHRC ആൻഡ് വിൽ നോട്ട് സീക്ക് എലക്ഷൻ ടു ദ ബോഡി. USന് അവിടെ വരാനും താല്പര്യമില്ല, അവിടെ മത്സരിക്കാനും താല്പര്യമില്ല. ദ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ഓൺ ദ ഒക്യുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറി ഇൻക്ലൂഡിങ് ഈസ്റ്റ് ജെറുസലേം ആൻഡ് ഇസ്രായേൽ. ഇത് സെപ്പറേറ്റ് ആണ്, ഓർത്തിരിക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ആരാണെന്ന് നോക്കിയേ. In May 2021, UNHRC through a resolution decided to urgently establish an ongoing, independent, international commission for inquiry to investigate in occupied Palestine territory, including Eastern Jerusalem and in Israel, all alleged violation of international humanitarian law and abuse of international human rights laws leading up and since 13 April 2021. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ എൻക്വയറി ഓൺ ഒക്യുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറി ഇൻക്ലൂഡിങ് ഈസ്റ്റ് ജെറുസലേം ആൻഡ് ഇസ്രായേലും ഈ പലസ്തീനിലും നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ പറ്റി പഠിക്കാനാണ് ഈ പറയുന്ന ഒരു എൻക്വയറി നടത്താനാണ് ഈ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ആരാണ് ഇതിനെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ ഇറ്റ് ഈസ് ഡൺ ബൈ UNHRC. അപ്പോൾ ഈ പേര്, വലിയ പേര് കേൾക്കുമ്പോൾ ഇത് UNHRCയുടെ പണിയാണെന്ന് ഓർത്തിരിക്കുക. റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഹാസ് ഇൻക്രീസ്ലി എംപ്ലോയ്ഡ് സെക്ഷുവൽ, റിപ്രൊഡക്റ്റീവ് ആൻഡ് അതർ ഫോം ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് അഗെയിൻസ്റ്റ് പലസ്തീനിയൻസ് ആസ് എ പാർട്ട് ഓഫ് ബ്രോഡർ എഫേർട്ട് ടു അണ്ടർമൈൻ ദ റൈറ്റ് ടു സെൽഫ് ഇൻഡിറ്റർമിനേഷൻ ആൻഡ് ക്യാരി ഔട്ട് ജെനസോയിഡൽ ആക്ട് ത്രൂ ദ സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ ഓഫ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇസ്രായേൽ വളരെയധികം ദ്രോഹം കാണിച്ചിട്ടുണ്ടെന്നാണ് ഈ ഈ പറയുന്ന റിപ്പോർട്ട് പറയുന്നത്. ഏത് റിപ്പോർട്ട്? ദ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ഓൺ ഒക്യുപ്പൈഡ് പലസ്തീൻ ടെറിട്ടറി. ഇതിനെ സ്ഥാപിച്ചത് ആരാണ്? UNHRC. ഓക്കെ.
അപ്പോൾ ഇതിൻ്റെ മാർച്ച് 2025 റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനിയും അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. തിരിഞ്ഞു പോരുത്, നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, UNHRC. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താ? യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. അപ്പോൾ ഇവിടെ HRC, അടിയിൽ HCR. HRC വേറെ, HCR വേറെ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, ഓൾസോ നോൺ ആസ് UN റെഫ്യൂജി ഏജൻസി. അപ്പോൾ സിമ്പിളായിട്ട് ഇതിനെ UN റെഫ്യൂജി ഏജൻസി എന്ന് വിളിക്കും, UN റെഫ്യൂജി ഏജൻസി എന്ന് വിളിക്കും. നമുക്ക് ലോങ് ആയിട്ട് തന്നെ പഠിക്കാം, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. 1950 ഇതിനെ UNG ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ UNHRCയെയും UNHCRനെയും രണ്ടിനെയും UNG ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻ റെക്കഗ്നേഷൻ ഓഫ് വർക്ക് UNHCR ഹാസ് വൺ 2 നോബൽ പ്രൈസസ് 1954, 81. ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് എവിടെ? ഇത് UN-ൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓഫീസ് ഇൻ UN സെക്രട്ടേറിയറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. UN-ൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് UN സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഓഫീസായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ UN സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഓഫീസായിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ജനീവയിലാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം എന്താ? പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് റെഫ്യൂജീസ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ഗവൺമെൻറ് ഓർ ദ UN ഇറ്റ്സെൽഫ് ആൻഡ് അസിസ്റ്റ് ഇൻ ദെയർ വോളണ്ടറി റിപ്പാട്രിയേഷൻ, ലോക്കൽ ഇൻ്റഗ്രേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ഇൻ എ തേർഡ് കൺട്രി. ഇതാണ് UNHRCയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മാൻഡേറ്റ് ഓഫ് UNHRC. ഇപ്പോൾ റെഫ്യൂജികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. റെഫ്യൂജികൾ ആരാണ്? ജീവൻ പേടിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരാണ്. ഓക്കെ, പല റെഫ്യൂജികളും. ഓക്കെ, ദേ ആർ ടേക്കിംഗ് റെഫ്യൂജ് ഇൻ യുവർ കൺട്രി. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനൊരു ഈ ഏജൻസിയോടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ആരായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ ആ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ UN തന്നെ ചോദിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ റിപ്പാട്രിയേഷന് തിരിച്ചുവിടാനൊക്കെ സഹായിക്കും. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റിയായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാകും, കാരണം വേറെ കൾച്ചറായിരിക്കും. അപ്പോൾ ആ ഇൻ്റഗ്രേഷന് സഹായിക്കുക. പിന്നെ ചില സമയത്ത് മൂന്നാമതൊരു കൺട്രിയിൽ ഇതിനെ കൊണ്ട് ഇവരെ റീസെറ്റിൽ ചെയ്യുക. അപ്പം കാരണം ഇവർ ഓടി വരുന്ന കൺട്രിക്ക് ഇവരെ നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെ മൂന്നാമത്തെ രാജ്യത്തിലേക്ക് വിടുക. ഓക്കെ, ഇറ്റ് സ്ട്രൈവ്സ് ടു എൻഷുവർ ദാറ്റ് എവരി വൺ ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ടു സീക്ക് അസൈലം ആൻഡ് ഫൈൻഡ് സേഫ് റെഫ്യൂജ് ഇൻ അനദർ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുന്നത് എന്താ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റെഫ്യൂജീസിന് വേറെ രാജ്യങ്ങളിൽ അസൈലം എടുക്കാം. ഓക്കെ, അതുപോലെ സേഫായിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളൊരു വിശ്വാസം വളർത്താനുമാണ് UNHCR ശ്രമിക്കുന്നത്. ഓക്കെ, കൺവെൻഷൻ റിലേറ്റിംഗ് ടു സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഓൾസോ നോൺ ആസ് 1951 Refugee Convention or a Geneva Convention of 28 July 1991, is a United Nations multilateral treaty that defines who refugee is and its protocol relating to status of refugee. ഈ കൺവെൻഷനിലാണ് റെഫ്യൂജിയുടെ ഒരു ഡെഫിനിഷൻ കിട്ടുന്നത്. റെഫ്യൂജി കമ്മീഷൻ ബിൽഡ്സ് ഓൺ ആർട്ടിക്കിൾ 14 ഓഫ് 1948 UDHR അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, which recognize the right of individual to seek asylum in the countries to escape persecution. ഓക്കെ, അപ്പോൾ ഈ റെഫ്യൂജിയുടെ ഡെഫിനിഷൻ നമുക്ക് തരുന്നത് ആരാണ്? 1951 കൺവെൻഷൻ ഓഫ് UNHCR അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഈ റെഫ്യൂജിയുടെ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. എനിക്ക് എപ്പോഴും UNHCRും UNCHRും തിരിഞ്ഞു പോകും. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആണ് UNHCR. പിന്നെ നമുക്ക് എന്തുണ്ട്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, ഈ UNHRC. രണ്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ, UNHRC എന്ന് പറഞ്ഞാൽ വലിയ മാൻഡേറ്റാണ്. UNHCR റെഫ്യൂജീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി UNHCRൻ്റെ 1951 കൺവെൻഷൻ അനുസരിച്ച് ആരാണ് റെഫ്യൂജി? എനി പേഴ്സൺ ഓവിങ് ടു ഫിയർ ഓഫ് ബീങ് പെർസിക്യൂട്ടഡ് ബിക്കോസ് ഓഫ് റേസ്, nationality, membership of a social group, is outside his country or unable to avail the protection of that country. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ നാട്ടിൽ അവൻ്റെ റേസിൻ്റെ പേരിലോ അവൻ്റെ നാഷണാലിറ്റിയുടെ പേരിലോ അവൻ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള പേരിലോ ഈ പേരിൽ അവൻ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവന് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് വിളിക്കുന്നത്. The above definition was expanded to cover people who have fled due to armed conflict and turmoil. ഓക്കെ, അപ്പോൾ സായുധ യുദ്ധവും പ്രശ്നങ്ങളും ബാധിച്ച് രാജ്യങ്ങളിൽ നിന്ന് ഓടി വരുന്നവരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെഫ്യൂജിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമാനിറ്റേറിയൻ റെഫ്യൂജീസ്. ഓക്കെ,
ക്ലിയർ? അപ്പോൾ UNHCR എന്ത് ചെയ്യണം? ഇറ്റ് ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ ടു ഒഫൻഡഡ് പ്രൊട്ടക്ഷൻ ഓഫർ ടു റെഫ്യൂജീസ്, നോൺ ഡിസ്ക്രിമിനേഷൻ, നോൺ പീനലൈസേഷൻ, നോൺ റിഫോൾമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, നോൺ റിഫോൾമെൻറ്റ്. Mandates that no one can return a refugee against his will to a territory where he or she feels his life is threatened. അതായത് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു റെഫ്യൂജി വന്നു, നിങ്ങൾക്ക് അവൻ്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വിടാൻ പറ്റത്തില്ല. കാരണം മാതൃരാജ്യത്ത് ചെന്നാൽ അവൻ്റെ ജീവൻ പോകുമെന്ന് അവന് പേടിയുണ്ട്. ആ കേസിൽ അവനെ തിരിച്ചു വിടാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സം ബേസിക് റൈറ്റ്സും ഈ റെഫ്യൂജീസിന് കൊടുക്കും. റെഫ്യൂജീസ് എൻറ്റൈറ്റിൽഡ് ടു ബേസിക് റൈറ്റ്സ് ലൈക്ക് കോടതികളിലേക്കുള്ള ആക്സസ്, ലീഗൽ ആക്സസ്, പ്രൈമറി എഡ്യൂക്കേഷൻ, വർക്ക് ചെയ്യാനും ട്രാവൽ ചെയ്യാനുമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ. ഓക്കെ, ദീസ് ആർ ഓൾ ഡൺ ബൈ യുവർ UNHRC ആൻഡ് ദീസ് ആർ ഓൾ ദ റൈറ്റ്സ് വിച്ച് ആർ ഗിവൺ ടു ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ദീസ് ആർ ഓൾ ദ മാൻഡേറ്റ്സ് ഓഫ് UNHCR. ഓക്കെ, 140 രാജ്യങ്ങൾ ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. ദസ് റെഫ്യൂജി എൻജോയ് എ ഡിസ്റ്റിങ്ക്ട് യുണീക്ക് പ്രൊട്ടക്ഷൻ അണ്ടർ ദ ഇൻ്റർനാഷണൽ ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺവെൻഷൻ സൈൻ ചെയ്ത ഒരു രാജ്യത്തിൽ റെഫ്യൂജികൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. സേഫ്റ്റി ഫ്രം ഡിപ്പോർട്ടേഷൻ ഇൻ ദ കൺട്രി വെയർ ദേ ഫേസ് പെർസിക്യൂഷൻ, ഞാൻ പറഞ്ഞു. തിയറി ഓഫ് നോൺ റിഫോൾമെൻറ്റ്. പ്രൊട്ടക്ഷൻ ഓഫ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആക്സസ് ടു ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് അസൈലം പ്രൊസീജിയർ. പിന്നെ പ്രൊവിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ്. നോട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ പഠിപ്പിച്ചതാണ്. ഇന്ത്യ 1951 റെഫ്യൂജി കൺവെൻഷനിലെ ഭാഗമല്ല. ഇതിൻ്റെ 67 പ്രോട്ടോക്കോളും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്, ഇവർ റിപ്പോർട്ട് ഇറക്കാറുണ്ട്. നോ എസ്കേപ്പ് ഓൺ ദ ഫ്രണ്ട് ലൈൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് ഇറക്കിയതാരാ? UNHCR ആണെന്ന് ഓർത്തിരിക്കുക. നോ എസ്കേപ്പ് ഓൺ ദ ഫ്രണ്ട് ലൈൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ്. ഈ റിപ്പോർട്ട് ഇറക്കിയതാരാ? UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. ക്ലിയർ? അപ്പോൾ UNHCRും UNHRCയും തിരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ UNHRC പഠിച്ചു, UNHRC പഠിച്ചു, UNHCR പഠിച്ചു. ഇനി നമുക്ക് UNRWA പഠിക്കാം. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി, UNRWA. ഇത് പലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയാണ് ഇൻ ദ നിയർ ഈസ്റ്റ്. അപ്പോൾ UNRWA പ്രത്യേകതയുണ്ട്. UNRWA ഇറ്റ് ഇസ് മോർ ഫോക്കസിങ് ഓൺ പലസ്തീനിയൻ റെഫ്യൂജീസ്. UNHCR ഒക്കെ ജനറൽ മാൻഡേറ്റ് ഉണ്ട്. UNHRCയുടെ മാൻഡേറ്റ് അതിനെക്കാട്ടി വലുതാണ്. അപ്പോൾ UNRWയുടെ മാൻഡേറ്റ് വളരെ കുറവാണ്. ഇത് പലസ്തീനിയൻ റെഫ്യൂജീസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോളോയിങ് ദ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, ഞാൻ ഇന്നലെ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. UNRWA വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ UNGA. അപ്പോൾ UNRWA അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ക്രിയേറ്റ് ചെയ്തത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് ബൈ ഇറ്റ്സ് റെസൊല്യൂഷൻ 302 ക്ലോസ് 4 ഓഫ് ഡിസംബർ 1949. 1949 അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ് ക്രിയേറ്റഡ് ആയത്. ഓക്കെ, ടു ക്യാരി ഔട്ട് ഡയറക്റ്റ് റിലീഫ് ആൻഡ് വർക്ക്സ് പ്രോഗ്രാംസ് ഫോർ പലസ്തീനിയൻ റെഫ്യൂജി. അപ്പോൾ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ഏജൻസി അത്. UNRWA ഡെഫിനിഷൻ ഓഫ് റെഫ്യൂജി കവേഴ്സ് പലസ്തീനിയൻസ് ഹു ഫ്ലഡ് ഓർ വെയർ എക്സ്പെൽഡ് ഫ്രം ദെയർ ഹോംസ് ഡ്യൂറിങ് 1948 വാർ. അപ്പം 1948 യുദ്ധത്തിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് വെച്ച് രക്ഷപ്പെട്ട് ഓടുകയോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്ന് അടിച്ചിറക്കുകയോ ചെയ്യപ്പെട്ടവരെയാണ് നമ്മൾ UNRWA അനുസരിച്ച് ഒരു റെഫ്യൂജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പലസ്തീനിയൻ റെഫ്യൂജി. ഇറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഓൺ 1950 1st May ആൻഡ് ഇസ് ഫണ്ടഡ് ഓൾമോസ്റ്റ് എൻറ്റയർലി ബൈ voluntary contribution of UN member states. It receives some funding from UN budget which is mostly used for international staffing costs. Okay, അപ്പോൾ ഇത് വോളണ്ടറി കോൺട്രിബ്യൂഷൻ വഴിയാണ് കൂടുതൽ ഓടുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സൊല്യൂഷൻ ടു പലസ്തീനിയൻ റെഫ്യൂജി പ്രോബ്ലം, ദി UNGA ഹാസ് റിപ്പോർട്ടഡ്ലി റിന്യൂഡ് UNRWA's മാൻഡേറ്റ്. കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം പലസ്തീനിയൻ വിഷയത്തിൽ പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ദ ഏജൻസീസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് എൻകംപാസ് പ്രൈമറി ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ UNRWA എന്തൊക്കെ സർവീസ് കൊടുക്കും? പ്രൈമറി എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത്, റിലീഫ് ആൻഡ് സോഷ്യൽ വർക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്യാമ്പ് ഇംപ്രൂവ്മെൻറ്റ്, മൈക്രോ ഫിനാൻസ് ആൻഡ് എമർജി റെസ്പോൺസ് ഇൻക്ലൂഡിങ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ്. ഈ ടെൻറ്റുകൾ വരെ ഒരുക്കുന്നതിൽ ഒരു സഹായിക്കും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അതുപോലെ എഡ്യൂക്കേഷൻ, സോഷ്യൽ സർവീസ്, എഡ്യൂക്കേഷൻ തന്നെ പ്രൈമറിയും വൊക്കേഷണലും,
പിന്നെ റിലീഫ്, സോഷ്യൽ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ക്യാമ്പ് ഇമ്പ്രൂവ്മെൻറ്റ്, മൈക്രോ ഫൈനാൻസ്, എനർജി റെസ്പോൺസ്. ഓക്കെ, ഇതിനെല്ലാം എന്ത് ചെയ്യും? ഇതിനെല്ലാം നമ്മുടെ ഏജൻസി UNRWA സഹായിക്കും. ഓക്കെ, ഇറ്റ് ഈസ് യുണീക്ക് ഇൻ ടേംസ് ഓഫ് ലോങ് സ്റ്റാൻഡിങ് കമ്മിറ്റ്മെൻറ്റ് ഓൺ ടു വൺ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജി. കാരണം ഇതിനെ പ്രത്യേകത വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജി മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, പലസ്തീനിയൻ റെഫ്യൂജി. UNRWA ഓപ്പറേറ്റ്സ് ഇൻ 5 ഏരിയാസ്, 5 സ്ഥലങ്ങൾ. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UNHRC നോക്കിയാലും UNHCR നോക്കിയാലും ഇത് കുറച്ചുകൂടെ വൈഡർ മാൻഡേറ്റാണ്. പക്ഷേ UNRWA 5 ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്: ജോർദാൻ, ലെബനൻ, സിറിയ, ഗാസ സ്ട്രിപ്പ് ആൻഡ് വെസ്റ്റ് ബാങ്ക്, ഇൻക്ലൂഡിങ് ഈസ്റ്റ് ജെറുസലേം. ഇവിടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആര് ഓപ്പറേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ UNWRA, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി. ഓക്കെ, ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. ക്ലിയർ? Outside these areas, the aid for Palestinian refugees provided by United Nations High Commissioner for Refugees. അപ്പം ഈ പറയുന്ന 5 സ്ഥലങ്ങളിലുള്ള റെഫ്യൂജികൾക്ക് എയ്ഡ് ആരാ കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ പഠിച്ച യുണൈറ്റഡ് നേഷൻസ് UNRWA ആണ്. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ 5 സ്ഥലങ്ങളിലുള്ള റെഫ്യൂജികൾക്ക് ഹെൽപ്പ് കൊടുക്കുന്നത്: ജോർദാൻ, ലെബനൻ, സിറിയ, ഗാസ സ്ട്രിപ്പ്, വെസ്റ്റ് ബാങ്ക് ആൻഡ് ഇനി ഈസ്റ്റേൺ ജെറുസലേം. ബാക്കി ഔട്ടർ ഏരിയകളിലുള്ള പലസ്തീൻ റെഫ്യൂജികൾക്ക് ഹെൽപ്പ് ആരാണ് കൊടുക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. ഓക്കെ, ഇനി ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രംപ് എണ്ണം വന്നപ്പോൾ ഹി ഹാസ് ഹോൾട്ടഡ് ഫണ്ടിങ് ടു UNRWA. എല്ലായിടത്തും ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഫണ്ട് കട്ട് ചെയ്യുക. ഓക്കെ, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഹാസ് ലോങ് ബീൻ ക്രിട്ടിക്കൽ ഓഫ് UNRWA. കാരണം ഈ പറഞ്ഞ ഇസ്രായേൽ വംശഹത്യ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇവരെല്ലാം കൊടുക്കുന്നത്. ആൻഡ് ഹാസ് അക്യൂസ് ഇറ്റ് ടു ബി ആൻറ്റി ഇസ്രായേൽ ഇൻസൈറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് സ്റ്റാഫ് ബീങ് ഇൻവോൾവ് ഇൻ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ. കാരണം ഇതിനകത്തുള്ള ക്രൗഡ് തന്നെ ഇസ്രായേലിനെതിരെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടത്തുമെന്നാണ് ഈ പറയുന്ന നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഏർലിയർ ഡ്യൂറിങ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ US ഹാസ് ഫ്രോസ് ദ ഫണ്ടിങ് ഓഫ് UNRWA and Israel accused dozens of UNRWA staff of taking part in deadly October 7 attack on Israel by Palestinian militants. ഇസ്രായേൽ പറയുന്ന October 7 നടന്ന അറ്റാക്കിലും കുറേ പേരൊക്കെ UNRWAക്കാരായിരുന്നു. നോട്ട് US വാസ് ദ ലാർജസ്റ്റ് ഡോണർ ഓഫ് UNRWA. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ റെഫ്യൂജി കൺവെൻഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ, ഇതിൻ്റെ ഫണ്ടിങ് കൂടുതലും USA ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ USA ഇപ്പോൾ പുറമോട്ട് പോയതുകൊണ്ട് ഇതിവരെ വളരെ മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ക്ലിയർ? Okay, in January 2025, an Israeli ban has also gone into effect, prohibits UNRWA from operating on its territory. അപ്പോൾ UNRWA മൊത്തമായിട്ട് ഇസ്രായേലിൽ നിന്ന് ഈ പറഞ്ഞ ഇസ്രായേൽ ഗവൺമെൻറ് പുറത്താക്കി. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി, ഇതാണ് UNRWA. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയും പഠിച്ചു. അപ്പോൾ നമ്മൾ UNHRC പഠിച്ചു, UNHCR പഠിച്ചു, അതുപോലെ UNWRAയും പഠിച്ചു. ഓക്കെ, ഇനി UN പീസ് ബിൽഡിംഗ്, എല്ലാം ഈ റെഫ്യൂജി, മൈഗ്രേഷനും സമാധാനവും ഒക്കെ റിലേറ്റഡ് ആയ. ഇനി UN പീസ് ബിൽഡിംഗ് കമ്മീഷനുണ്ട്. ഇന്ത്യ ഹാസ് ബീൻ റീ എലക്റ്റഡ് ടു ദ UN പീസ് ബിൽഡിംഗ് കമ്മീഷൻ ഫോർ 2025-26. ഓക്കെ, ആ പീസ് ബിൽഡിംഗ് കമ്മീഷൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ December 2005. വർഷം മാത്രം ഓർത്തിരിക്കുക. സെർവ് ആസ് ഇന്റർ ഗവൺമെൻറ്റൽ അഡ്വൈസറി ബോഡി ടു സപ്പോർട്ട് പീസ് എഫേർട്ട് ഇൻ കോൺഫ്ലിക്റ്റ് എഫക്റ്റഡ് ഏരിയാസ്. ഓക്കെ, ഇതൊരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്തിനാണ് ശ്രമിക്കുന്നത്? കോൺഫ്ലിക്റ്റ് ഏരിയകളിലെ പ്രശ്നങ്ങൾ സോൾവ് ആവാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയുള്ള എഫേർട്സിനെയാണ് ഇത് സഹായിക്കുന്നത്. ആൻഡ് ബോൾസ്റ്റർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഫോർ ബ്രോഡർ പീസ്, സമാധാനത്തിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ പീസ് ബിൽഡിംഗ് എന്ന് കാണുമ്പോൾ തന്നെ പീസിനെ ഓർത്തിരിക്കുക. ഇന്ത്യ, എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ കമ്മീഷൻ, ഹാസ് കൺസിസ്റ്റൻ്റ്ലി പ്ലേഡ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ഷേപ്പിംഗ് ഇറ്റ്സ് പീസ് ബിൽഡിംഗ് ഇനീഷ്യേറ്റീവ്സ്. The Commission advised UNGA അല്ലെങ്കിൽ UN General Assembly and Security Council on peace building and sustaining peace efforts. അപ്പോൾ ഈ UNGAയുമായിട്ടും UNSCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഈ പറയുന്ന പീസ് ബിൽഡിംഗ് കമ്മീഷൻ. ഇറ്റ് ഫോക്കസസ് ഇൻക്ലൂഡിംഗ് പ്രൊമോട്ടിംഗ് എ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു പീസ് ബിൽഡിംഗ് ബൈ എൻഗേജിംഗ് വിത്ത് മെമ്പർ സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് നേഷൻ എൻറ്റിറ്റീസ് ആൻഡ് അതർ റെലവൻറ്റ് ആക്ടേഴ്സ്. ഓക്കെ,
ഇനി നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സ് ഇൻ ലെബനോൺ. അപ്പം ഈ UNWRA ലെബനിലും ഉണ്ട്, പക്ഷേ ലെബനിന് വേണ്ടി മാത്രം തന്നെ നമുക്കൊരു ഫോഴ്സ് ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സ് ഇൻ ലെബനൻ. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു ഓവർസി ഇസ്രായേലി വിത്ഡ്രോ. ഇസ്രായേൽ കുറച്ച് കഴിയുമ്പോൾ ലെബനോനിൽ നിന്ന് തിരിച്ചിറങ്ങി. അതിൻ്റെ ഒരു സൂപ്പർവിഷന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. റിസ്റ്റോർ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഏരിയ. ഓക്കെ, ആഫ്റ്റർ 30-day വാർ ഇൻ ലെബനൻ ബിറ്റ്വീൻ ഹെസ്ബുള്ള ആൻഡ് ഇസ്രായേൽ 2006 നടന്ന, ഇൻ വിച്ച് 1100 ലെബനീസ് പീപ്പിൾ വെർ കിൽഡ്, UNFIL's mandate was expanded to monitor cessation of hostilities and support Lebanese armed forces deployed throughout Lebanon. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായിക്കുക, പിന്നെ ലെബനിൻ്റെ ആർമി ഫോഴ്സസിനെ അവരെ സപ്പോർട്ട് ചെയ്യാനും UNFIL ശ്രമിക്കും. It has around 10,500 peacekeepers coming from 48 troops contributing countries. അപ്പോൾ ഏകദേശം 1500 പേരുണ്ട്, 48 രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സ് ഇൻ ലെബനോൺ. ഇതാരാണ് ഏറ്റവും വലിയ ഫോഴ്സ്, സോഴ്സ് ഓഫ് പീസ് കീപ്പേഴ്സ് കം ഫ്രം ഇന്തോനേഷ്യ, ഇറ്റലി, ഇന്ത്യ, നേപ്പാൾ ആൻഡ് ചൈന. ഇതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ലെബനിലേക്ക് യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് ഇന്തോനേഷ്യക്കാരാണ്. ഇന്ത്യക്കാർ 3ാമത്തെ സ്ഥാനത്താണ്, 2ാമത്തെ ഇറ്റലി, അത് കഴിഞ്ഞ് നേപ്പാളും ചൈനയും. ഓക്കെ, ഫണ്ടിങ്. UNFIL ഈസ് ഫണ്ടഡ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇൻട്രീം ഫോഴ്സ് ഇൻ ലെബനോൺ. ഇറ്റ് ഈസ് ഫണ്ടഡ് ത്രൂ സെപ്പറേറ്റ് അക്കൗണ്ട് അപ്രൂവ്ഡ് ഓൺ ആനുവൽ ബേസിസ് ബൈ ജനറൽ അസംബ്ലി. സെപ്പറേറ്റ് അക്കൗണ്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഇതിനെ ഓരോ വർഷം ജനറൽ അസംബ്ലി അപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് UN പീസ് കീപ്പിംഗ് ഫോഴ്സ്. ഓർത്തിരിക്കുക, UN പീസ് കീപ്പിംഗ് ഫോഴ്സാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. UNFIL എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഇൻട്രീം ഫോഴ്സ് ഓൺ ലെബനോൺ, ഇത് UN പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഒരു സബ് പാർട്ടാണെന്ന് ഓർത്തിരിക്കുക. Okay, clear? UNFIL's rule against of engagement allow the use of force only if necessary for self defense. അപ്പോൾ അങ്ങോട്ട് കയറി അടിക്കില്ല, സെൽഫ് ഡിഫെൻസിന് മാത്രമാണ് ഈ UNFILകാർ തോക്കെടുക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണോടെ പഠിക്കാനുള്ളൂ. യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ UN പീസ് കീപ്പേഴ്സ്. ഓക്കെ, ന്യൂസ് എന്താ? ഇന്ത്യ ലെഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് launched a new database designed to record crimes against peacekeepers and monitor the progress holding perpetrators accountable. അതായത് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് വളരെ പീസ്ഫുള്ളായിട്ടാണ് പലപ്പോഴും നിൽക്കാറുള്ളത്. അവരുടെ കയ്യിൽ ആയുധം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഈ ലോക്കൽ കോൺഫ്ലിക്റ്റിൽ അവർ ഇടപെടുമ്പോൾ 2 പാർട്ടികൾ അവരെ ഉപദ്രവിക്കും. പലപ്പോഴും ഏറ്റവും ഉപദ്രവം ഏൽക്കുന്ന ഇവർക്കാണ്, ഇവരെ പറ്റി പക്ഷേ ആരും ബോധർ ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവരുടെതിരെ കുറ്റം ചെയ്തവരെ മുമ്പോട്ട് കൊണ്ടുവരണം, പിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരണമെന്നും ഈ UN പീസ് കീപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്താ? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2022 ടു പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി ഫോർ ക്രൈം എഗെയിൻസ്റ്റ് ബ്ലൂ ഹെൽമെറ്റ്സ്. ഇവർ നീല തൊപ്പി വയ്ക്കുന്നതുകൊണ്ടാണ് ഇവരെ ബ്ലൂ ഹെൽമെറ്റ്സ് വിളിക്കുന്നത്, ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സിലുള്ളവരെ. ഡ്യൂറിങ് ഇറ്റ്സ് പ്രസിഡൻസി, ഓക്കെ, UN peacekeeping forces are employed to maintain and re-establish peace in an area of armed conflict. നിങ്ങൾക്കറിയാം. However, they sometimes face violence in deployed regions. വയലൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 1948 ഇത് തുടങ്ങിയത് വിത്ത് യുണൈറ്റഡ് നേഷൻ മിലിറ്ററി ഒബ്സർവർ ഇൻ വെസ്റ്റ് ഏഷ്യ ഫോർ ആംസ്റ്റേസ് അഗ്രിമെൻറ്റ്. എയിം എന്താണ്? അസിസ്റ്റ് കൺട്രീസ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം കോൺഫ്ലിക്റ്റ് ടു പീസ്. കോൺഫ്ലിക്റ്റിൽ നിന്ന് പീസ് ഉണ്ടാക്കുക. പ്രിൻസിപ്പിൾസ്: കൺസെൻറ്റ്, ഇമ്പാർഷ്യാലിറ്റി, നോൺ യൂസ് ഓഫ് ഫോഴ്സ് എക്സെപ്റ്റ് ഇൻ സെൽഫ് ഡിഫെൻസ്. സെൽഫ് ഡിഫെൻസ് ഉണ്ടെങ്കിൽ അവസ്ഥ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ നിറയൊഴിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് UN പീസ് കീപ്പിംഗ് ഫോഴ്സിന് വെറുതെ അങ്ങ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ടെങ്കിലേ ഇങ്ങനെ നമുക്ക് പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേഷൻ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദർ ബ്ലൂ ഹെൽമെറ്റ്സ്. ഞാൻ പറഞ്ഞു നീല ഹെൽമെറ്റ്. നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 88 ബഡ്ജറ്റ് ഫോർ UNKP. ഇതും അപ്രൂവ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയാണ്. ക്ലിയർ? ഇതിനെ എവിടേക്കെങ്കിലും നിരത്തിലേക്ക് ഇറക്കണമെങ്കിൽ അതിൻ്റെ സമ്മതം UNSC റെസൊല്യൂഷൻ വേണം, അത് ഓർത്തിരിക്കുക. ക്ലിയർ? ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി, മറ്റേ ഡിപ്ലോയ്മെൻറ്റ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. എവറി മെമ്പർ സ്റ്റേറ്റ് ഓഫ് UN ഈസ് ലീഗലി ഒബ്ലിഗേറ്റഡ് ടു പേ ദെയർ റെസ്പെക്റ്റീവ് ഷെയർസ് ടുവേർഡ്സ് UNPKF.
അപ്പം നിങ്ങൾ UN മെമ്പർ ആണെങ്കിൽ നിശ്ചിതമായിട്ട് നിങ്ങളൊരു തുക UN പീസ് കീപ്പിംഗ് ഫോഴ്സിന് കൊടുക്കണം. ലീഡർഷിപ്പ് ആരാണ്? പൊളിറ്റിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ ടു UNPK. അതായത് UNPKക്ക് പൊളിറ്റിക്കലും എക്സിക്യൂട്ടീവുമായ ഡയറക്ഷൻ കൊടുക്കുന്ന ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീസ് ഓപ്പറേഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷണൽ ഓർഗൻ ഓഫ് യുവർ UNSC. കോമ്പോസിഷൻ, ഈ UNSCയിൽ ആരൊക്കെയുണ്ട്? കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിലിറ്ററി പേഴ്സണൽ, പോലീസ് ആൻഡ് സിവിലിയൻസ് ഫ്രം മെമ്പർ കൺട്രീസ്. ഇന്ത്യ ഹാസ് കോൺട്രിബ്യൂട്ടഡ് വൺ ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മിലിറ്ററി പേഴ്സണൽ. UNPKFൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊടുത്ത ഒരു രാജ്യത്തിൽ ഒരെണ്ണം ഇന്ത്യയാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സ്. ഇന്ത്യ വാസ് ദ ഫസ്റ്റ് ടു സെൻഡ് ഓൾ വുമൺ. ഇത് ഓർത്തിരിക്കണം, നമുക്ക് പ്രൗഡാവുന്ന കാര്യമാണ്. നമ്മുടെ ഡിഫൻസിൻ്റെ ഇൻ്റർവ്യൂവിലും പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളാണ് വരാറ്. ഇന്ത്യ വാസ് ദ ഫസ്റ്റ് to send all women unit under UNPK which was sent to Liberia. സ്ത്രീകൾ മാത്രമുള്ളൊരു UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഇന്ത്യൻ ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്. എവിടേക്കാണ് അയച്ചേക്കുന്നത്? ലൈബീരിയയിലേക്കാണ് അയച്ചേക്കുന്നത്. ഓക്കെ, യൂൺഫില്ല് ഞാൻ പഠിപ്പിച്ചൊന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ ആകെ നമ്മൾ UN ഏജൻസികളെല്ലാം തന്നെ വി ഹാവ് സ്റ്റഡീഡ് സ്റ്റുഡൻസ്. നമ്മൾ UN ഏജൻസീസ് ഫുള്ള് കവർ ചെയ്തു. ഇനി നമുക്ക് ആകെയുള്ളത് യുനെസ്കോ ഉണ്ട്. യുനെസ്കോ പക്ഷേ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ പഠിപ്പിക്കും. പിന്നെ IMFും വേൾഡ് ബാങ്കും ഉണ്ട്. ഇത് നിങ്ങളുടെ എക്കണോമിക് ടീച്ചറും പഠിപ്പിക്കും. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ അടുത്തത് നെക്സ്റ്റ് ഓർഗനൈസേഷൻ നോക്കാൻ പോവാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. അപ്പം നിങ്ങളിതിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മാൻഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഡീൽസ് വിത്ത് ഡ്രഗ് ആൻഡ് ക്രൈം. ഓക്കെ, ഇത് 1997 എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് ആസ് ദ ഓഫീസ് ഫോർ ഡ്രഗ്സ് കൺട്രോൾ ആൻഡ് ക്രൈം പ്രിവെൻഷൻ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പേര് ഓഫീസ് ഫോർ ഡ്രഗ്സ് കൺട്രോൾ ആൻഡ് ക്രൈം പ്രിവെൻഷൻ എന്നാണ്. ലേറ്റർ ദിസ് വാസ് റീനെയിം ടു UNODC ഇൻ 2002. പഴയ പേര് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് പുതിയ പേരിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 2002. ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 97 പക്ഷേ അന്നത്തെ പേര് വേറെയാണ്. ഓക്കെ, 97 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 2 ഓർഗനൈസേഷൻസ് മെർജ് ആവുമ്പോഴാണ്. യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഡ്രഗ്സ് കൺട്രോൾ പ്രോഗ്രാമും യുണൈറ്റഡ് നേഷൻസ് സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ക്രൈം പ്രിവെൻഷനും. അപ്പം UNDCPയും UNCICPയും കൂടെ മെർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ശരിക്കും പറഞ്ഞാൽ ODCC ഉണ്ടാവുന്നത്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് റെലവൻ്റ് അല്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 1997 ഇതിൻ്റെ ബേസിക് ഒറിജിൻ. ഇത് ഇപ്പോൾ കാണുന്ന UNODCയിലേക്ക് കൺവേർട്ടഡ് ആവുന്നത് 2002. ഈ 2 പേരുകൾ ടൈം പീരീഡും ഓർത്താൽ മതി. 1997 ആൻഡ് 2002. 2002 UNODC എന്നുള്ള പേരുണ്ടാവുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി അസിസ്റ്റിംഗ് ദ UN എഗെയിൻസ്റ്റ് ഇഷ്യൂസ് ലൈക്ക് ഇല്ലിസിറ്റ് ഡ്രഗ് ട്രാഫിക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, ഇൻ്റർനാഷണൽ ടെററിസം ആൻഡ് പൊളിറ്റിക്കൽ കറപ്ഷൻ. അപ്പോൾ ഡ്രഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിനെതിരെ UN സഹായിക്കുക. പക്ഷേ ഡ്രഗ് മാത്രമല്ലല്ലോ, ക്രൈം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ക്രൈം ഇവർ പറയുന്നുണ്ട്. ഒന്ന് ടെററിസം, 2 പൊളിറ്റിക്കൽ കറപ്ഷൻ. അപ്പോൾ ഇതിന് എല്ലാം എതിരെ ഉള്ള സ്റ്റെപ്പുകളിൽ UN ഈ പറയുന്ന UNODC സഹായിക്കും. ഇത് 2 റിപ്പോർട്ടുകൾ ഇറക്കുന്നുണ്ട്. ദ വേൾഡ് വൈൽഡ് ലൈഫ് റിപ്പോർട്ടും പിന്നെ വേൾഡ് ഡ്രഗ് റിപ്പോർട്ടും. വേൾഡ് ഡ്രഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡ്രഗ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ട്രിപ്പിൾ ഫ്രോണ്ടിയർ ഏരിയയാണ്. അർജന്റീന, ബ്രസീൽ ആൻഡ് പരാഗ്വേ. പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ. ഓക്കെ, ഗോൾഡൻ ട്രയാങ്കിളിൽ വരുന്നത് ലാവോസ്, മ്യാൻമാർ, തായ്ലാൻഡ്. ഇതിനെ റീനെയിം ചെയ്തപ്പോൾ ഡെത്ത് ട്രയാങ്കിൾ എന്നാക്കിയിട്ടുണ്ട്. ഗോൾഡൻ ക്രസൻ്റ് ഉണ്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ഇറാൻ, API. ഇതിനെ ഇപ്പം പേര് മാറ്റി ഡെത്ത് ക്രസൻ്റ് എന്നും ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, UNCND. എന്താണ് UNCND? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. UNODC, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. ഇതുപോലെ തന്നെയല്ലേ ഇത് ഇരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ നാർക്കോട്ടിക്സ് ഡ്രഗ്. രണ്ടും കണ്ട് ഒരുപോലെ ഇരിക്കും. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇന്ത്യ ഹാസ് ചെയർഡ് ദ 60th സെഷൻ ഓഫ്
UN കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്. അതുകൊണ്ട് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ UNCND ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എക്കോസോക്ക് ഇൻ 1946. മറ്റേത് നമ്മൾ നോക്കുന്നത് 1997-ലും 2002-ലുമാണ് UNODCയുടെ ഒറിജിൻ നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ UNCND അതിന് മുമ്പുണ്ട്. ടു അസിസ്റ്റ് എക്കോസോക്ക് ഇൻ സൂപ്പർവൈസിങ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ ഡ്രഗ് റിലേറ്റഡ് ട്രീറ്റീസ്. അപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റികളുടെ ആപ്ലിക്കേഷൻ സ്മൂതൻ ചെയ്യാനും അത് സൂപ്പർവൈസ് ചെയ്യാനും എക്കോസോക്കിനെ സഹായിക്കാനാണ് UNCND ഉണ്ടായത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിയനയാണ്. ഓക്കെ, ദ കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ഈസ് ദ പ്രിൻസിപ്പൽ പോളിസി മേക്കിംഗ് ബോഡി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓൺ ഡ്രഗ് റിലേറ്റഡ് മാറ്റേഴ്സ്. അപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബോഡിയാണ് UN. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഡിസിഷൻ പോളിസി മേക്കിംഗ് ബോഡി ഫോർ എനിത്തിങ് റിലേറ്റഡ് ടു നാർക്കോട്ടിക് ഓർ ഡ്രഗ് റിലേറ്റഡ് മാറ്റേഴ്സ് ഇൻ ദ UN. സോ CND's അജണ്ട ഹാസ് 2 ഡിസ്റ്റിങ് സെഗ്മെൻറ്റ്, 2 സെഗ്മെൻറ്റുകളുണ്ട്. ഒന്ന് നോർമേറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് ഡിസ്ചാർജിങ് ട്രീറ്റി ബേസ്ഡ് നോർമേറ്റീവ് ഫംഗ്ഷൻ, 2 ഓപ്പറേഷണൽ സെഗ്മെൻറ്റ് ഫോർ എക്സസൈസിങ് ദ റോൾ ആസ് ഗവേണിംഗ് ബോഡി ഓഫ് UNODC. ഇവിടാണ് ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം ഉണ്ട്. ഇതിൻ്റെ ഗവർണിംഗ് ബോഡി എന്താണ്? ഇതിൻ്റെ ഗവർണിംഗ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പോൾ ഇതാണ് ബന്ധം. UNODCയുടെ നേരത്തെ പഠിച്ച UNODCയുടെ ഗവർണിംഗ് ബോഡി ഇപ്പം നമ്മൾ പഠിക്കുന്ന UNCND ആണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പോൾ ബന്ധം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 1991 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി എക്സ്പാൻഡഡ് ദ മാൻഡേറ്റ്. ഇപ്പോൾ 91 ഇറ്റ് എക്സ്പാൻഡഡ് ദ മാൻഡേറ്റ് ഓഫ് CND ടു ഫംഗ്ഷൻ ആസ് ദ ഗവർണിംഗ് ബോഡി ഓഫ് UNODC. ഓക്കെ, ക്ലിയർ? Okay, it is mandated to monitor global drug trends, support member state in formulating balanced policies, oversee the implementation of major international drug convention. CND is one of the functional commissions of the United Nations Economic and Social Council, ECOSOC, and governing body of യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈം. ഇതാണ് സ്റ്റാർ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എക്കോസോക്കിൻ്റെ ഒരു ഫങ്ഷണൽ കമ്മീഷനാണ്. പിന്നെ UNODCയുടെ ഗവർണിംഗ് ബോഡിയാണ്. 53 മെമ്പേഴ്സ് ഉണ്ട്. ദേ ആർ എലക്റ്റഡ് ബൈ ദ എക്കോസോക്ക്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കൺവെൻഷൻ ഉണ്ട്. സിംഗിൾ കൺവെൻഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പോൾ സിംഗിൾ കൺവെൻഷൻ നർക്കോട്ടിക് ഡ്രഗ്സിന് എതിരെയുള്ളതാണ്. അഡോപ്റ്റഡ് ഇൻ 1971, അമെൻഡഡ് ഇൻ 1972. ഇതുപോലെ കുറച്ചുകൂടെ നമുക്കുണ്ട്. കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഓഫ് 1971, പിന്നെ കൺവെൻഷൻ അഗെയിൻസ്റ്റ് ഇല്ലിസിറ്റിക് ട്രാഫിക് ഇൻ ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എപ്പോഴാണെന്നുള്ളതൊന്ന് ജോൾട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത ഓർഗനൈസേഷനിലേക്ക് പോവാം. യുണൈറ്റഡ് നേഷൻസ് കൗണ്ടർ ടെററിസം ട്രസ്റ്റ് ഫണ്ട്. ഇന്ത്യ ഈ ഇടയ്ക്ക് $5 ലക്ഷം ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2009 ഈ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ കൗണ്ടർ ടെററിസം UNOCT എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഗോട്ട് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു UN ഓഫീസ് ഓഫ് കൗണ്ടർ ടെററിസം ഇൻ 2017. ഓക്കെ, ക്ലിയർ? provides a framework to address evolving challenges related to global terrorism through international cooperation and capacity building. India's recent financial contribution is specifically aimed at counterfeit financing of terrorism and countering terrorist travel program. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസി അല്ല, ഞാൻ പഠിപ്പിച്ചു പോയെന്നുള്ളൂ. ഇനി അടുത്ത ഏജൻസി UN ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം അല്ലെങ്കിൽ UNGSCF. ഓക്കെ, അതിൻ്റെ ഇനോഗ്രൽ എഡീഷൻ ഉണ്ട്. ഇറ്റ് വാസ് ഹോസ്റ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അൺടാഡിനെ ഇപ്പം നമ്മൾ അൺടാഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഗവൺമെൻറ് ഓഫ് ബാർബഡോസ്. അപ്പോൾ അൺടാഡും ഗവൺമെൻറ് ഓഫ് ബാർബഡോസും ചേർന്നാണ് ഇതിൻ്റെ ഇനോഗ്രൽ സെഷനെ ഹോസ്റ്റ് ചെയ്തത്. ഇതെന്താണിത്? അഡ്രസ്സസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു അഡ്രസ് എസ്കലേറ്റിംഗ് ഡിസ്ട്രപ്ഷൻസ് ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ കോസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആൻഡ് ഇൻ്റർ ഡിപെൻഡൻസ്. ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാനും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുമാണ് UN ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം. കാരണം ഒരു യുദ്ധം വരുമ്പോഴോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴോ സപ്ലൈ ചെയിനുകൾ ഡിസ്റപ്റ്റ് ആവും. നമുക്ക് ഫുഡ് കിട്ടാത്ത വരെ സമയമുണ്ടാവും. ഓക്കെ, കീ ഔട്ട്കംസ് എന്താ? ഇറ്റ് ലോഞ്ച് ദ മാനിഫെസ്റ്റോ ഓഫ് ഇന്റർമോഡൽ ലോ കാർബൺ എഫിഷ്യൻറ്റ് ആൻഡ് റെസിലിയൻറ്റ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് മീറ്റ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. അടുത്തത്
Introduce digital solution like guidelines for electronic single window for trade and untagged trade and transport data set to optimize trade flows. ഫോക്കസ് ഏരിയകൾ നോക്കിയാൽ സ്ട്രെങ്തനിങ് സപ്ലൈ ചെയിൻ റെസിലിയൻസ്. ഇത് ഓർത്തിരിക്കുക, ഈ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സപ്ലൈ ചെയിനൊരു ഹിൻഡ്രൻസ് വരരുത്, ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ടു ബി സ്ട്രോങ്. ഓക്കെ, പിന്നെ പർട്ടിക്കുലർലി ഫോർ സ്മോൾ ഐലൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ്, ഇവരെ ഭയങ്കരമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ്, UNFF. ഓക്കെ, ഇതിൻ്റെ ഗോൾ എന്താ? ഇറ്റ് പ്രൊമോട്ട്സ് മാനേജ്മെൻറ്റ്, കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയുള്ളൊരു ഓർഗനൈസേഷനാണ് UN ഫോറം ഓൺ ഫോറസ്റ്റ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2000 ബൈ ദ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. അപ്പോൾ നമ്മൾ കുറേ എണ്ണം കണ്ടു, എല്ലാ എക്കോസോക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ UN ഫോറം ഓൺ ഫോറസ്റ്റും എക്കോസോക്കാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ഫോറം മീറ്റ്സ് ആനുവലി അറ്റ് ദ UN ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ന്യൂയോർക്ക് ആൻഡ് ബ്രിങ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് ഫോറസ്റ്റ് റിലേറ്റഡ് ഏജൻസീസ് for high-level dialogue on technical matters in odd years and policy matters on even years. ഒന്ന് അറിഞ്ഞിരിക്കുക, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫോറം ഹാസ് യൂണിവേഴ്സൽ മെമ്പർഷിപ്പ് ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് UN ആൻഡ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി. അപ്പോൾ UNFF, നിങ്ങൾ UN-ൻ്റെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾ UNFF-ൻ്റെ മെമ്പറാണ്. അതാണ് ഞാൻ പറയുന്നത് യൂണിവേഴ്സൽ മെമ്പർഷിപ്പ്. ഇന്ത്യ ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. India is a founding member of UN Forum on Forest. Okay, 19th session of UNFF at UN headquarters in New York, May 2024 നടന്നത്. The forum reviewed the United Nations strategic plan for forest. ഇതിൻ്റെ പീരീഡ് 2017 to 2030 ആണ്. Progress made in achieving global forest goal. ഓക്കെ, അപ്പം ഇത്രയും നാൾ ഗ്ലോബൽ ഫോറസ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡിഫോറസ്റ്റേഷൻ തടയാൻ പറ്റിയിട്ടുണ്ടോ? അഫോറസ്റ്റേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇതെല്ലാം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ റിവ്യൂ ചെയ്തു. ഓക്കെ, അതുപോലെ ഈ സ്ട്രാറ്റജിക് പ്ലാൻ്റെ റിവ്യൂ നടന്നു. പിന്നെ UNFF ഇത്രയും നാൾ നമ്മൾ അച്ചീവ് ചെയ്ത പ്രോഗ്രസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. നമ്മൾ കുറേ അധികം ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് പഠിച്ചു. നമ്മൾ ILO പഠിച്ചു, അതുപോലെ വേറെ ചില ഓർഗനൈസേഷനും പഠിപ്പിച്ചപ്പോൾ നമ്മൾ മൈഗ്രേഷൻ റിപ്പോർട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ഇസ് എ ലീഡിങ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈഗ്രേഷൻ. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് പ്രൊമോട്ടിംഗ് ഹ്യൂമെയിൻ ആൻഡ് ഓർഡർലി മൈഗ്രേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. അപ്പോൾ മൈഗ്രേഷൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റുകളെ കൊണ്ടുവരാനാണ് ശ്രമം. കാരണം മൈഗ്രേഷനകത്ത് കുറേ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. ഇല്ലീഗൽ മൈഗ്രൻസ് വരാം, അതുപോലെ ഫ്യൂജിറ്റീവ്സ് വരാം, ടെററിസ്റ്റ് മൈഗ്രേഷൻ വരാം, അതുപോലെ മൈഗ്രൻസ് ഒരു നാട്ടിൽ ചെന്നാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റി കിട്ടാതെ വരാം. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഇറ്റ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ഗവൺമെൻറ്റ്സ്, ഇൻ്റർ ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ പാർട്ട്ണർ. ഇനീഷ്യലി ഇത് 1951 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. കാരണം World War II കഴിഞ്ഞ് ഒത്തിരി അധികം മൈഗ്രേഷൻ നടന്നു. ഓക്കെ, ബട്ട് ഓവർ ദ ലാസ്റ്റ് ഇയേഴ്സ് ഇറ്റ് ഹാസ് എക്സ്പാൻഡഡ് ഇറ്റ് സ്കോപ്പ് ആൻഡ് പ്രസൻ്റ്ലി ഹാസ് 175 മെമ്പേഴ്സ് ആൻഡ് 8 ഒബ്സർവർ സ്റ്റേറ്റ്സ്. ഇന്ത്യ മെമ്പറാണോ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, ഇന്ത്യ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ മെമ്പറാണ്. ഹെഡ് ക്വാർട്ടർ ജനീവയിലാണ്. ഓക്കെ, ആൻഡ് IMO ആദ്യകാലത്ത് ഒരു UN ബോഡി അല്ലായിരുന്നു. പക്ഷേ 2016 IMO ഡയറക്ടറായ ജനറൽ വില്യം ലേസി സ്വിങ് ആൻഡ് UN സെക്രട്ടറി ജനറൽ, അന്നത്തെ സെക്രട്ടറി ജനറൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൻ കി മൂൺ ആണ്. They signed a document formally linking IOM to the Union. This document established IOM as a related organization of UN. അപ്പോൾ ഇത് ഇപ്പോൾ എന്താണ്? IOM is a related organization of UN. Okay. Giving the UN for the first time an explicit migration mandate. അപ്പോൾ മൈഗ്രേഷൻ്റെ കാര്യത്തിൽ UN-ന് ഒരു ചുമതല ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇതിലൂടെയാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നത്. Okay, the signing signaled the culmination process that began in June 16 when IOM member states unanimously endorsed the process to join UN. അപ്പോൾ ആദ്യകാലത്ത് UN-ൻ്റെ ഒരു പാർട്ടല്ലായിരുന്നു. പിന്നീട് ഇത് എന്തായി മാറി? 2014 okay, this became a related organization of UN. Okay. The signature of historic agreement brings the leading global migration agency IOM into the Union, the culmination of 65 years relationship. Key initiative എന്താ? The IOM support the creation of global combat for migration. Global combat for migration പുറകിൽ പ്രവർത്തിച്ച ഏജൻസി ആരാണ്? International Organization for Migration.
Okay, the Global Compact for Safe, Orderly and Regular Migration (GCM) is an intergovernmental negotiated agreement prepared under the auspices of UN that describes itself as covering all dimensions of international migration in holistic and comprehensive manner. അറിഞ്ഞു വെച്ചാൽ മതി. IAM, it also coordinates the UN network on migration, which includes UNHCR, World Food Program and United Nations Development Program among others. ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇനി ഈ പറയുന്ന IOM ഇറക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്, വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട്. ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. IOM ഇറക്കുന്ന റിപ്പോർട്ടാണ് വേൾഡ് മൈഗ്രൻ്റ് റിപ്പോർട്ട്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ജസ്റ്റിസ് കൗൺസിലിനെ നോക്കാം. നമ്മുടെ പൂർവ്വ സുപ്രീം കോടതി ജഡ്ജിയായ മദൻ ലോക്കർ, ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻറ്റേർണൽ ജസ്റ്റിസ് കൗൺസിൽ. നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇദ്ദേഹത്തിൻ്റെ ടേം ഏകദേശം 2028 നവംബർ 12 വരെ കാണും. ഇനി IJC എന്താ? ICG അല്ല, IJC, ഇൻ്റർനാഷണൽ ജസ്റ്റിസ് കൗൺസിൽ. UN ഇൻ്റേർണൽ ജസ്റ്റിസ് കൗൺസിൽ. ഇൻ്റർനാഷണൽ അല്ല, UN ഇൻറ്റേർണൽ ജസ്റ്റിസ് കൗൺസിൽ. എന്താണിത്? ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജനറൽ അസംബ്ലിയാണ്. ടു അപ്ഹോൾഡ്, ഇത് സ്റ്റാർ ഇട്ടേക്കുവാണ്, ടു അപ്ഹോൾഡ് അക്കൗണ്ടബിലിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രൊഫഷണലിസം ഇൻ റിസോൾവിങ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ജസ്റ്റിസ് കൗൺസിലായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അക്കൗണ്ടബിലിറ്റി വരാനും ഓരോ വിങ്ങിനും ഓരോ ആൾക്കാർക്കും ഇൻഡിപെൻഡൻസ് വരാനും അതുപോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ പ്രൊഫഷണലിസം പാലിക്കാനും സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻറ്റേർണൽ ജസ്റ്റിസ് കൗൺസിൽ. ഇതിനൊക്കെ ഈ കൗൺസിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ, ചില സമയത്ത് സ്റ്റാഫുകളും മാനേജ്മെൻറ്റും ഒക്കെ തമ്മിൽ പ്രശ്നമാവാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ കമ്പോസ് ഓഫ് 5 members കൺസിസ്റ്റിംഗ് ഓഫ് 5 members ഉണ്ടാവും. എ സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ്, എ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, 2 ഡിസ്റ്റിങ്ക്വിഷ്ഡ് എക്സ്റ്റേണൽ ജൂറിസ്റ്റ്, 1 നോമിനേറ്റഡ് ബൈ ദ സ്റ്റാഫ് ആൻഡ് 1 ബൈ ദ മാനേജ്മെൻറ്റ്. പിന്നെ ചെയർ ആരാണ്? എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് ചൂസൺ ബൈ കൺസെൻസസ് ബൈ ദ 4 others members. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷൻസ് എന്താണ്? ഇതിൻ്റെ ടാസ്ക് എന്താണ്? To search for suitable candidates for position of judges when there is vacancy in UN Dispute Tribunal and the UN Appellate Tribunal. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന UNDTയിലും UNATയിലും ഒക്കെ ഒഴിവുകൾ വരുമ്പോൾ അതിന് വേണ്ട സൂട്ടബിളായ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കുക, ജൂറിസ്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കലാണ് ഇതിൻ്റെ ഒരു പണി. ഇറ്റ് റെക്കമെൻഡ്സ് ജനറൽ അസംബ്ലി 2 to 3 candidates ഫോർ ഈച്ച് വേക്കൻസി വിത്ത് ഡ്യൂ റിഗാർഡ് ടു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം മെമ്പേഴ്സിനെയൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യും. ഇത് ജിയോ പൊളിറ്റിക്കലായിട്ട് ഓരോ ഏരിയയിൽ നിന്ന് ഓരോ മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. Okay, to provide its views on the implementation of system of administration of justice to the General Assembly. The judges of UN Dispute Tribunal and the United Nations Appeals Tribunals are appointed by General Assembly on the recommendation of the suitable candidates by the Internal Justice Commission. ഒന്ന് അറിഞ്ഞിരിക്കുക, അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. താങ്ക് യു.